ഈവനിങ്. മക്കളെ മനുജ, ഇത്രയും മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഉണ്ടായിട്ട് ഇതിനകത്ത് വീഡിയോ ഓൺ ആക്കി വെക്കാനുള്ള ധൈര്യം ഇല്ലേ പിള്ളേർക്ക്? എന്തോ അത് പാർവതി ഹലോ സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. അപ്പോ നമ്മുടെ വിജയികളും വിജയശില്പികളും എന്നുള്ള ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന്റെ ആദ്യ സ്റ്റേജ് CA ഫൗണ്ടേഷൻ നല്ല സ്കോറോട് കൂടി പാസ്സായിട്ടുള്ള വിജയികളും അതിന് കാരണമായിട്ടുള്ള വിജയശില്പികളുമാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമേ തരികയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം, ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ മുഖം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അതോടൊപ്പം അവരുടെ പേരൻസിന്റെ മുഖവും വളരെ സംതൃപ്തിയോടുള്ള ആ മുഖങ്ങൾ കാണുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്നും സത്യത്തിൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളും ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് 7th പറഞ്ഞപ്പോൾ മുതൽ ഒരുപക്ഷെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇന്നലെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു നിങ്ങളും ഒന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇന്നലെ ഒരു വോട്ടെണ്ണൽ പ്രതീതിയായിരുന്നു IIT-യിൽ. ഓരോ കൗണ്ടറുകളായിട്ട് നമ്മൾ ഓരോ ബാച്ചിന്റെ റിസൾട്ടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുകയായിരുന്നു. ഇപ്പൊ രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് നമുക്ക് ഏകദേശം എല്ലാ റിസൾട്ടുകളും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചത്. അപ്പം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ എല്ലാ വർഷവും ഫൗണ്ടേഷനിലും ഇന്റർമീഡിയറ്റിലും എല്ലാം നമ്മൾ ഒരു സ്ഥിരമായ ഒരു പെർസെൻറ്റേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ICAയുടെ ഞങ്ങൾ നേരത്തെയൊക്കെ പറയാറുണ്ട്, ICAയുടെ പാസ് പെർസെൻറ്റേജ് ഫൗണ്ടേഷനിൽ 28, 29 നിൽക്കുമ്പോഴും IIT എബോവ് 50% എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ വർഷവും നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന റിസൾട്ടാണ്. ഏതാണ്ട് 152 സ്റ്റുഡൻസ് CA ഫൗണ്ടേഷൻ ഡിസംബർ 2023 എക്സാമിനേഷൻ എഴുതി പാസ്സായിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സെലിബ്രേഷനാണ്. ആ വിജയികൾ, അതിന് കാരണമായിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് പില്ലറായിട്ടുള്ള ഫാക്കൽറ്റീസ്, IIT-യുടെ മെമ്പേഴ്സ് എല്ലാവരും ഈ സൂമ വേദിയിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇത് നല്ല രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ മനോജ് സാർ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ഓൾ. സാർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എനിക്ക് പനി പിടിച്ചു. അതെ, ഞാൻ ഇന്ന് വരെ ഞാൻ മനോജ് സാർ ടെൻഷൻ അടിച്ചോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ ഒന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം എത്ര വിഷയങ്ങൾ വന്നാലും വളരെ ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം സംസാരിക്കുന്ന സാറ് ഇന്നലെ പക്ഷേ ഡേ ടൈമിൽ, കാരണം ഇന്നലെ IC അനൗൺസ് ചെയ്തിരുന്നത് ഇന്നലെ റിസൾട്ട് ഡേ ടൈമിൽ ഉണ്ടാകുമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. അപ്പൊ എന്നോട് 2-3 പ്രാവശ്യം എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു റിസൾട്ട് വന്നോ എന്ന്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അന്നേരം തോന്നി ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലേ സാർ? രണ്ട് റിസൾട്ട് അല്ലേ വന്നത്? ക്യാറ്റ് ഇന്നലെ വന്നു. ഫൗണ്ടേഷൻ CA ഫൗണ്ടേഷൻ ഒരു ദിവസം വന്നു. ആകെ അതിനിടയിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചോട്ടെ. ക്യാറ്റിലും എല്ലാ വർഷത്തെ പോലെ തന്നെ 100% റിസൾട്ടാണ്. വളരെ കുറച്ച് കുട്ടികൾക്ക് നെറ്റിന്റെ ഇഷ്യൂ കാരണം അവർക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റാതെ പോയ വളരെ കുട്ടികൾക്ക് ഇന്ന് അവരൊരു സപ്ലിമെന്ററി എക്സാമിനേഷൻ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും പാസ്സായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എക്സാമിനേഷനിൽ അവരും ഓക്കെയാണ്. അതും നമ്മൾ 100% റിസൾട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ സാർ, സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നലെ എന്താ പറയാ, ടെൻഷൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, നമ്മള് നമുക്ക് അറിയാം. ഇപ്പൊ നമുക്കിപ്പോ സുബിത മിസ്സിനോട് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ എക്സാം റിസൾട്ട് നോക്കുമ്പോൾ കുട്ടികൾക്കും പേരൻസിനും അറിയാത്ത ഒരു ത്രില്ല് നമ്മുടെ ഓഫീസിലുണ്ട്, അതറിയോ? അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ പേര്, ഇന്നാളായിരിക്കും ടോപ്പ് സ്കോർ ആര് വരും എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഒരു 10 നമ്പേഴ്സ്, നമ്മുടെ 10 ഫേസസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഇതാളായിരിക്കും. പക്ഷെ സുവേദ മിസ്സും ഒക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ആ റിസൾട്ട് അറിയാം. അതൊന്നും അതിന്റെ പൾസ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ ഇന്നലെ ഞങ്ങൾക്കൊരു എന്താ പറയാ, ഒരു കസേരകളി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആരായിരിക്കും ഒക്കെ ഓക്കെ. പക്ഷെ വളരെ ഭയങ്കര സന്തോഷമായ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വേദനയുണ്ട്. നമുക്ക് എപ്പോഴും റിസൾട്ട് IIT നമുക്ക് സന്തോഷിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഒത്തിരി ചിരിച്ച മുഖങ്ങളുടെ കൂടെ കുറച്ച് കരഞ്ഞ മുഖങ്ങളും, ഇന്നലെ രാത്രി ഉറങ്ങാത്ത ആൾക്കാരുണ്ട്. കാരണം ഈ 200 മാർക്കാ പാസ്സാവട്ടെ. 256 മാർക്ക് വാങ്ങി ഫെയിലായ കുട്ടിയുണ്ട്. 200 അബോവ് വാങ്ങി എത്രയോ കുട്ടികൾ നമുക്ക് ഒരു സബ്ജക്റ്റിൽ ചെറിയ മാർക്ക് പോയ കാരണം ഞാൻ അവരോടൊക്കെ പറയാനുള്ള വെച്ചാൽ ഇത് ICA ആണ്, വെറുതെ പാസ്സാവില്ല. അവര് വേറെ ഒന്നും നോക്കി നമ്മുടെ ക്വാളിറ്റിക്കാണ് നമ്മുടെ റേറ്റിംഗ് എപ്പോഴും വരിക.
ഔട്ട്പുട്ട് എന്താണോ ഔട്ട്പുട്ടിന് മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ മാർക്ക് വെറുതെ കൊടുക്കില്ല. ഒത്തിരി സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാ നമ്മള്. എന്താ പറയുക, നല്ല നല്ല റിസൾട്ട്. ഈ വർഷത്തെ ഇന്റർമീഡിയറ്റും അതുപോലെ, ഇന്റർമീഡിയറ്റ് റിസൾട്ടും ഭയങ്കര വണ്ടർഫുൾ റിസൾട്ട് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് താങ്ക്സ് ആൻഡ് കൺഗ്രാജുലേഷൻസ് പറയാനുള്ളത് കുറച്ച് ആൾക്കാരാണ്. ഒന്ന്, ഇതിന്റെ വിജയശില്പികളായ കുട്ടികൾ തന്നെ. അവർ വിചാരിച്ചിട്ടാണല്ലോ ഈ ഔട്ട്പുട്ട് വന്നത്. നമ്മളൊക്കെ എല്ലാ ബോൾ കൊണ്ടുവച്ച് ഗോൾ അടിക്കാൻ പറയാനല്ലേ നമുക്ക് പറ്റൂ. ഗോൾ അടിച്ചത് അവർ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് മാർക്ക് അവർക്ക് തന്നെയാണ്. രണ്ടാമത് വണ്ടർഫുൾ ടീച്ചേഴ്സ്. നമുക്ക് സല്യൂട്ട്, ബിഗ് സല്യൂട്ട് ടു ടീച്ചേഴ്സ്. കാരണം നമുക്കറിയാം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെ അല്ല. IIT എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഫാമിലി പോലെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളോട് എന്താ, നമുക്ക് ആർക്കും പ്രത്യേകിച്ച് പരിഗണനകളൊന്നും ആർക്കും ഇല്ല. എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ നമുക്ക് കുട്ടികൾക്കൊന്നോ ടീച്ചേഴ്സിനോ പ്രത്യേക ഫുഡോ സ്പെഷ്യൽ ഫുഡൊന്നും ആർക്കും ഇല്ല. എല്ലാവർക്കും നമ്മൾ ഒരേ ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും ഹാപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെന്താ, ആർക്കും പ്രയോറിറ്റി ഇല്ല, ആർക്കും അവഗണനയില്ല. ഓക്കെ, അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നമ്മുടെ ടീച്ചേഴ്സ്, അതിന് ഞാൻ ബിഗ് സല്യൂട്ട് ടു ടീച്ചേഴ്സ്. കാരണം എത്ര ഡൗട്ട്സ് നമുക്കറിയാം. ഓരോ ഫാക്കൽറ്റി ചില ദിവസങ്ങൾ ഇവിടുന്ന് പോകുന്നത് 4:30 ക്ലാസ് കഴിഞ്ഞാൽ 6 o'clock കഴിഞ്ഞിട്ടൊക്കെ പോയ ഫാക്കൽറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും, കാരണം ഇതാണ് എൻ്റെ ട്രാക്ക്, എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ് ടീച്ചിങ് ആണ്. അപ്പം ടീച്ചിങ്ങിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സ്. അതിനകത്ത് എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ചെറിയ ശതമാനം പോലും എനിക്ക് അതിനകത്തൊരു റിഗ്രറ്റോ വിഷമോ ഇല്ല. അത്ര സന്തോഷമാണ് ടീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ IITക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറ്റുന്ന ആർക്കാ? പേരൻസിനാണ്. നമുക്കെപ്പോഴും കോണ്ടാക്ട്സും നമുക്കെപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും നമ്മുടെ പേരൻസ് ആണ്. പേരൻസിന്റെ പിൻബലം ഭയങ്കരമാണ്. പേരൻസിന്റെ സപ്പോർട്ട് നമുക്ക് അത്ര എന്താ, എന്തെങ്കിലും എന്തൊക്കെ ഇഷ്യൂ വന്നാൽ പോലും, സാർ നിങ്ങൾ ചെയ്തതാണ് ശരി, എൻ്റെ കുട്ടി ചെയ്തതല്ല ശരി എന്ന് പറയുന്ന പേരൻസ് നമ്മളെ കുട്ടികളെ കറക്റ്റ്. ഇപ്പം ഇന്നത്തെ ജനറേഷനിൽ എപ്പോഴും പേരൻസ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾ പറയുന്നത് മാത്രം കേൾക്കുന്ന പേരൻസ് ആണ് കൂടുതലും. പക്ഷേ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ യെസ്, അത് അവൻ തന്നെയാണ് ശരി എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്നെ ഓരോ കുട്ടികളുടെയും. ഇപ്പോൾ സുജിത മിസ്സിനൊക്കെ സത്യം പറഞ്ഞാൽ സുജിത മിസ്സിന്റെ വീട്ടിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഫോൺ യൂസ് കാരണം രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ പേരൻസ് വിളിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവരുടെ വീട്ടിലൊരു കഴിഞ്ഞ ദിവസം ചെന്നപ്പം എൻ്റെ സിസ്റ്റർ ആണല്ലോ, അവർ പറയുന്നത് അവർക്ക് ഈ ഫോൺ ഭയങ്കര ന്യൂസൻസ്, ഞങ്ങൾക്ക് അവരെ കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക്. അപ്പോൾ ഞാൻ അവരുടെ പേഴ്സണലി പറയും, എല്ലാവരുടെയും പ്രശ്നങ്ങൾ അത് തന്നെയാണ്. എന്നിട്ടും നമുക്ക് അത്ര അവരെ നമ്മൾ ആ പേരൻസിന്റെ ടെൻഷൻസ് എല്ലാം നമ്മൾ റിലീസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻറ്റ്, അതായത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പേരൻസ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ബിഗ് സല്യൂട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ IIT ടീമിന് തന്നെയാണ്. കാരണം നമ്മളൊരു ലാസ്റ്റ് ഒരു പ്രാക്ടീസ്, ഈ കുട്ടികളെല്ലാം പഠിച്ചു, പക്ഷെ അത് എങ്ങനെ ഔട്ട്പുട്ട് ആക്കണം എന്നുള്ള ഒരു പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊരു സംഭവമാണ് അത്. കാരണം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചേർത്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പറേഷൻസ് തന്നെ അത് ടൈപ്പ് ചെയ്യുക. ഞാൻ പുറത്ത് പ്രിന്റ് എടുക്കാൻ കൊടുക്കത്തില്ല, അവർ തന്നെ ചെയ്യാൻ പറയും. കാരണം എന്നാലും അതിനകത്തൊരു അറ്റാച്ച്മെന്റ് വരത്തുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിച്ച്, അവരെ കൊണ്ട് തന്നെ അത് പ്രിന്റ് എടുപ്പിച്ച്, അവരെ കൊണ്ട് അത് കറക്റ്റ് ചെയ്യിപ്പിച്ച്, ആ കറക്ഷനൊക്കെ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനകത്ത് മാർക്സിന്റെ ഒക്കെ ടൈപ്പ് ചെയ്യുക, ഇറ്റ്സ് വെരി ടഫ്. അപ്പോൾ അത് അവരെ കൊണ്ട് ഒരു വലിയൊരു സെഷനായിട്ട് ഇരുന്നിട്ട് എല്ലാവരും അത് കറക്റ്റ് ചെയ്ത് ഒത്ര മിസ്റ്റേക്കുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല സെഷനിൽ അത് പല പ്രാവശ്യം അത് ചെക്ക് ചെയ്ത് അത് എക്സാം നടത്തി, പേപ്പർ വാല്യൂഷൻ, ഒരു ദിവസം എത്ര എക്സാമിനേഷൻ, എത്ര പേപ്പേഴ്സ് അവരെന്ന് അയച്ചു. ഇതെല്ലാം മാക്സിമം അവർ വാല്യൂ ചെയ്തു. എല്ലാം അവരെ ആ ലെവലിലേക്ക്. ഞാൻ കുട്ടികളുടെ എപ്പോഴും പറയും, നമ്മളുടെ ബിഫോർ പ്രാക്ടീസ് സെഷനും ആഫ്റ്റർ പ്രാക്ടീസ് സെഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അവർ ആ എക്സാമിനേഷൻ ആ സ്കോറിലേക്ക് എത്തിക്കാൻ അവരെടുത്ത എഫേർട്ട് അത് ഭയങ്കര എഫേർട്ടാണ്. ഇതിൻ്റെ എല്ലാം കൂടെ ഔട്ട്പുട്ടാണ് റിസൾട്ട്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം എൻ്റെ ടീം ഭയങ്കര, എൻ്റെ ടീച്ചേഴ്സ് ടീമായാലും, എൻ്റെ സ്റ്റാഫ് ടീമായാലും, എൻ്റെ സ്റ്റുഡൻസ് ടീമായാലും, എൻ്റെ പേരൻസ് ടീമായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൻ്റെ ഔട്ട്പുട്ടാണ് റിസൾട്ട്. ഇനി എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇത് പ്രിലിമിനറി ആണ്, കാരണം ബേസിക്സ് ആണ്. ഫൗണ്ടേഷൻ ഇപ്പോഴാണ് അവർ CA സ്റ്റുഡൻസ് ആവുന്നത്. ഇനിയുള്ള ഒരു പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ അതിൽ
എന്താ അവരെ ഫസ്റ്റ് ചാൻസിൽ പാസ്സാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അടുത്ത എയിം. അപ്പോൾ ഇനിയിപ്പോൾ പേരൻസിനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊരു സീറോയിൽ നിന്ന് അവരും സീറോയിലായിരുന്നു. ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അവർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഇനിയും നമ്മൾ ഈ 4 ടീമേ ഉള്ളൂ. ഈ 4 ടീമിൻ്റെ ഉള്ള ഏറ്റവും വലിയൊരു ബിഗ് ഗെയിമാണ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. പേരൻസൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, മക്കളൊക്കെ ഇതുപോലെ പഠിക്കുക, ടീച്ചേഴ്സ് നന്നായി ക്ലാസ് എടുത്തു തരും, ഒറ്റ പുറകിൽ അവരെ പ്രാക്ടീസ് സെഷനിൽ കൂടെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ല അതിനകത്തോടെ നമ്മൾ CMA പാസ്സായിട്ടുണ്ട്, CMA ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, BCom രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, BCom വരുന്നുണ്ട്. പക്ഷേ പഠിക്കുന്ന ഒരെണ്ണേ ഉള്ളൂ. ഈ ഒരെണ്ണം പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എത്ര പഠിക്കാൻ പറ്റുമോ, ഇനിയുള്ള 10 months എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 10 months ആണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സെഷൻ. ചാർട്ടേഡ് അക്കൗണ്ട്സ് ടഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഫൈനൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായവരൊക്കെ ഫൈനൽ പാസ്സാകാത്തത് അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മൾ ആപ്ലിക്കേഷൻ തിയറിയാണ് നമ്മൾ എടുക്കുന്ന. ഈ ഫസ്റ്റ് ചാൻസ് 6 സബ്ജക്ട്സേ ഉള്ളൂ. 6 സബ്ജക്ട്സ്. ഈ 6 സബ്ജക്ട്സ് ഫസ്റ്റ് ചാൻസിൽ പാസ്സാകുന്നുള്ളത് മാത്രമായിരിക്കണം. അതിനി ഈ ഫൗണ്ടേഷൻ സ്കോർ കൂടിയവർക്ക് ഈസി ആയിട്ട് കിട്ടുമെന്നോ കുറഞ്ഞവർക്ക് കിട്ടത്തില്ലെന്നോ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നവർ പാസ്സാകുന്നൊന്നുമില്ല. ആ ഫസ്റ്റ് ചാൻസിൽ ടോപ്പ് സ്കോർ വാങ്ങിയവർ ഇൻ്റർമീഡിയറ്റ് തോറ്റവരുണ്ട്. മൂന്നാമത്തെ ചാൻസിൽ ഫൗണ്ടേഷൻ പാസ്സായിട്ട് ഫസ്റ്റ് ചാൻസിൽ ഫുൾ ഫസ്റ്റ് ചാൻസിൽ ഇൻ്റർമീഡിയറ്റും ഫൈനലും ക്ലിയർ ചെയ്ത കുട്ടികളുണ്ട്. കഴിഞ്ഞു. ഇനി അതിനെ ഓർത്ത്, കാരണം ഇനി നമുക്ക് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ CA ഫൗണ്ടേഷൻ പാസ്സാവുമ്പോൾ ചില കുട്ടികളും പേരൻസും എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഞാൻ CA പാസ്സായി എന്ന് പറയുന്നൊരു ഫീലിങ്സിലേക്ക് പോകും. അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മൾ CA എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ എലിജിബിൾ ആണ്. ഇപ്പോൾ ആ എലിജിബിലിറ്റി ടെസ്റ്റാണ് നമ്മൾ പാസ്സായിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയുള്ള ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ അത് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആ മാർക്കൊക്കെ മറന്ന് ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കഴിഞ്ഞ കിട്ടിയതിനെ പറ്റി ഇനി ഓർത്തിട്ട് ഒരു കാര്യമില്ല. അത് കഴിഞ്ഞു. അതിൻ്റെ സന്തോഷം നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇനി എന്താണോ ചെയ്യുന്നത്, നിങ്ങളുടെ മാർക്ക് ഒരു ഫാക്ടറേ അല്ല. 200 വാങ്ങിച്ച ഫസ്റ്റ് ചാൻസ് പാസ്സായ എത്രയോ കുട്ടികളുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ കുറേ ലക്ക് ഫാക്ടറും കൂടി ഉള്ളവരാ. ഇതിനകത്ത് പലർക്കും ലോയ്ക്ക് ജസ്റ്റ് 40 39.75 ആയിരുന്നെങ്കിലും നിങ്ങൾ 39ലേക്ക് റൗണ്ട് ചെയ്യപ്പെടേണ്ടവരാണ്. 39 മാർക്ക് കിട്ടി ലോയ്ക്കും പല 39 മാർക്കിൽ തോറ്റുപോയ എത്ര കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെന്നറിയോ? ഓക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് ഉണ്ടാവാതെ നമ്മൾ അപ്പോൾ എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അതങ്ങോട്ട് മറന്നേക്കുക. ഇനി എന്താണോ അതാണ് നമ്മളുടെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അതാണ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ വരാൻ പോകുന്നത്. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് സപ്പോർട്ട് ചെയ്തതിന്. അത് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും പേരൻസിനും സ്റ്റാഫിനും എല്ലാവർക്കും അതെനിക്ക് പറയാൻ വാക്കുകളില്ല. അത്ര സന്തോഷത്തോടെയാണ് ഞാൻ നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സുനീഷ്. താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് 2023 ഏപ്രിലാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളായിട്ട് നമ്മൾ 4 ബാച്ചുകൾ തുടങ്ങി. അപ്പോൾ ഈ അന്ന് മുതൽ ഇവരുടെ എക്സാമിനേഷൻ ജനുവരി 6 കഴിയുന്നത് വരെ എനിക്കൊന്ന് ചൂരല് കയ്യിലില്ലാന്നേ ഉള്ളൂ. ഒരു 2 വ്യക്തികൾ ഇവരുടെ പുറകിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, സുജിത മാഡവും സുബേദ മിസ്സും. അപ്പോൾ ഞാൻ അവരെ ഒന്ന് സംസാരിച്ചോട്ടെ ഒരു 2 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ഫാക്കൽറ്റീസിലേക്ക് പോകാം. സുജിത മാഡം. സുബേദ മിസ്സിന്റെ കയ്യിൽ 4 ചൂരലിന് പകരമുള്ള ഒരു നാക്കുണ്ട്. ഓക്കെ. സുജിത മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. സർ, ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അവര് നല്ലപോലെ വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോയി. പിന്നെ ഏറ്റവും സങ്കടം എന്താന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സങ്കടം 259 സാർ 256 എന്നാ പറഞ്ഞത്. 259, 234, 236 ഇതൊക്കെ മേടിച്ച് ഫെയിലായ കുട്ടികളെ ഞാൻ IIT ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്ക് 13-14 വർഷമായെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് ഫെയിലായ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. 212 മറ്റോ ആയിരുന്നു തോന്നുന്നു തൗഫീഖ്. അതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് ഫെയിലായ ഒരു കുട്ടി. ബാക്കി ഞാൻ 206, 204, 205. പക്ഷെ 258 മാർക്ക് മേടിച്ചിട്ട് ഫെയിലാവെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത വേദന തോന്നിയ ഒരു സത്യത്തിൽ എനിക്ക് സംഭവമാണ്. പിന്നെ
എന്താ എല്ലാവരും ആരും മോശം കുട്ടികളൊന്നും ഇല്ലായിരുന്നു ആ ബാച്ചിലൊന്നും. പിന്നെ 4th ബാച്ചിന് നമുക്ക് നല്ലതുപോലെ പറയണം. കാരണം അവർക്ക് ഒത്തിരി പ്രാക്ടീസിനൊന്നും സമയം കിട്ടാത്തൊരു ബാച്ചാണ്. ഏറ്റവും കൂടുതൽ പ്രാക്ടീസിന് സമയം കിട്ടിയത് ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും ആണ്. പക്ഷേ അവര് എവിടൊക്കെയോ കുറച്ച് ഇതായത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല. കുറച്ച് കുറെ കൂടെ റിസൾട്ട് നമുക്ക് കിട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറെ കൂടെ ഇപ്പൊ നല്ല റിസൾട്ട് ആണ്. ആ മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടിയെങ്കിലും എനിക്ക് കുറച്ചും കൂടെ നമുക്ക് കിട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഹാപ്പിയാ, ഒത്തിരി ഹാപ്പി. ഓക്കെ, എന്താ ഇനി പറയണ്ടേ? സംസാരിച്ച് കരഞ്ഞു പോകും. ഇനി സംസാരിച്ച കരഞ്ഞു പോകും. ഞാൻ സത്യം, ഞാൻ ശരി. ഒക്കെ ഇരിക്കുന്ന ഈ ടൈമിൽ ഞാൻ പറയുക, ഞാൻ കഴിഞ്ഞ ദിവസം മാഡത്തിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്ക് വല്ല അസുഖം വരുമെന്ന് പറഞ്ഞു. എപ്പോഴും ഫുൾ ടൈം ടെൻഷൻ. എന്റെ കുട്ടികൾ റിസൾട്ട് ഈ ഒരു ചിന്തയിൽ അതെ, ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം അതെന്താന്നറിയോ, എനിക്കറിയില്ല. ഞാൻ വീട്ടില് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് പഠിക്കുന്ന കണ്ടോണ്ടാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഈ ഇവര് പഠിക്കുന്നതിന്റെ ഇത് കാണുമ്പോ എനിക്ക് മനസ്സിലാവും ഇവര് പഠിക്കുന്ന അത് ശരിയല്ല, ഇങ്ങനെ പഠിച്ചാൽ പോരാന്ന് എനിക്ക് തോന്നും. നമ്മളത് പറയും. ചില കുട്ടികൾ അവസാനം എനിക്ക് ആരോമൽ സതീഷ്, എനിക്ക് അവരുടെയൊക്കെ പേരിൽ എല്ലാ കുട്ടികളും ഞാൻ ആദ്യം എനിക്ക് പേടിച്ചു. സുബേദ മിസ്സും ഞാനും സുബേദ മിസ്സും കൂടെ പറയുന്നത്, മിസ്സേ ഈ ഇവരുടെ എല്ലാം പേര് ഞാൻ ഓർത്തിരിക്കുവോ, എവരെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? നേരത്തെ 2 3 ബാച്ചാകുമ്പോൾ നമ്മൾ ഈ കുട്ടികളെല്ലാം കുറച്ച് സമയം ഒരു 15 മിനിറ്റ് ഒക്കെ ഈവനിങ്ങിൽ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് 2 ബാച്ചൊക്കെ ആകുമ്പോൾ പിന്നെ എനിക്കങ്ങ് തന്നെ ഡൗട്ടായി. ഞാൻ ഇതുവരെ എന്റെ പേര് ഓർമ്മിക്കുവോ, പേരൻസിനെ എനിക്ക് ഓർമ്മ വരുവോ? എനിക്ക് തന്നെ കണ്ടോ, ഞാൻ സുബേദ മിസ്സുമായിട്ട് സംസാരിച്ചു, എടോ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഈ കുട്ടികളെ മനോജ് സാറ് നമ്മളെ ശരിയാക്കും, പിന്നെ ഇവരുടെയൊക്കെ പേര് ഓർമ്മ നിൽക്കും, ഈ കുഞ്ഞുങ്ങളുടെ പൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യം എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. എനിക്ക് എല്ലാ കുട്ടികളെ പേരും അറിയാം, എല്ലാ കുട്ടികളുടെ പേരൻസിനെയും അറിയാം, എല്ലാം അറിയാം. ഞാൻ അവരെല്ലാം പഠിച്ചു. എനിക്ക് തന്നെ ഒരു അതിശയമായിട്ട് തോന്നുവാ സത്യത്തില്. പേടിച്ച സംഭവം ഇല്ല. എല്ലാവരുടെയും അവരുടെ ഓരോ കാര്യങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് എനിക്ക് ഒരു കുട്ടിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന കുട്ടി ഇന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പേരൻസിനോടും പറയാൻ പറ്റും. ആര് ചോദിച്ചാലും പറയാം അവരെന്താണെന്നുള്ള കാര്യം. അത്രയ്ക്ക് ഞാൻ അവരെ പഠിച്ചു കഴിഞ്ഞു കുട്ടികളെ. അത് എനിക്ക് തന്നെ അതിശയമാണ് അതെന്തോ എങ്ങനെയാണെന്നുള്ളത്. സംശയത്തിൽ നിന്ന് വന്നിട്ട് പറ്റുമോ എന്നുള്ള ഒരു ഇതില്, പക്ഷെ പറ്റി. ഓക്കെ, അപ്പോ സുബേദ മിസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ റിംഷാദ് സാറിനോടൊന്ന് സംസാരിക്കാൻ പറയുകയാണ്. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഓക്കെ സാർ, വളരെ സന്തോഷത്തിലാണ്. സാറും ആ സന്തോഷത്തിലാണെന്ന് തന്നെ വിചാരിക്കുന്നു. Extremely happy to be part of this one. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അപ്പൊ അവര് ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ഇനിയിപ്പോ അവര് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലെ ഏറ്റവും ടഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പോവുകയാണ്, CA ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അപ്പം അവരോട് സാറിന് പറയാനുള്ളത് കാര്യങ്ങളൊന്ന്. Before that, first of all, big kudos to the entire those who succeeded the exam, and so you really deserve this success. എനിക്കറിയാം, I think ഒരു 5 to 6 days maximum ഞാൻ ഒരു ബാച്ചിലെ ക്ലാസ് ഷെയർ ചെയ്യുന്നുള്ളൂ. But their attitude and orientation to the study was extremely amazing. പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ബിക്കോസ് നമ്മളിപ്പോ പലയിടത്തും ക്ലാസ്സിലോട്ട് പോകുന്നുണ്ട്. But the culture at the IIT was extremely different. And ഇപ്പൊ നമ്മളിപ്പോ ഒരു 4 അല്ലെങ്കിൽ ഒരു 5-6 ദിവസത്തെ ക്ലാസ് എടുത്തിട്ട് അവിടുന്ന് പോരുമ്പോ തന്നെ the love we received was extremely different. And അവിടെ അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വരുമ്പോഴും they are studying. സോ നമ്മൾ കാണുമ്പോൾ പേഴ്സണലി തന്നെ ഈ കുട്ടികളൊക്കെ പാസ്സായാൽ മതി. സോ നിങ്ങൾ ഈ പാസ്സായ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ സോ ഗ്രേറ്റ് പ്രൗഡ്. ആൻഡ് ഒപ്പം തന്നെ ഈ ഒരു അമേസിംഗ് വിക്ടറി കാഴ്ചവെച്ച എൻറ്റയർ ടീം IITക്കും ബിഗ് കുഡൂസ്. ആൻഡ് ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മുടെ സുജിത മിസ്സും സുബൈദ മിസ്സിനെയൊക്കെ ഞാൻ അവിടുന്ന് കാണുന്നതാണ്. അപ്പൊ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാലും they are engaging with the students. ആൻഡ് സോ നമ്മളിപ്പോ വി കം ആൻഡ് ദെൻ വി ലീവ് റെഡി. ബട്ട് അവരിപ്പോ ക്ലാസ് കഴിഞ്ഞാലും കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഒരു പാഷനേറ്റ് വർക്കായിട്ട്, ഐ തിങ്ക് they are not walking, they are really living there. So that's what I uniquely seeing in IIT. So students in a big congratulation. And alongside team IIT-kum oru big congratulation. And before moving to the next step, first of all, you enjoy this success. കാരണം നിങ്ങൾ റിയലി ഡിസേർവ് ചെയ്യുന്നുണ്ട്.
ആൻഡ് അലോങ് നിങ്ങളുടെ പാരൻസും ദേ റിയലി ഡിസേർവ് ഇറ്റ്. പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് എടുക്കുമ്പോൾ ഇപ്പോ മനോജ് സാർ പറഞ്ഞ പോലെ വി കനോട്ട് ലിവ് ഇൻ ദ പാസ്റ്റ് റെപ്യൂട്ടേഷൻ. ഇപ്പൊ മേ ബി ചിലപ്പോ നിങ്ങൾക്ക് 300 കിട്ടിയിട്ടുണ്ടാവും, ഓർ ജസ്റ്റ് 200 ക്ലിയർ ആവാം. സോ നെക്സ്റ്റ് വിക്ടറി ഈസ് ഓൾ അബൌട്ട് നിങ്ങൾ ഇവിടുന്ന് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും. സോ എന്തായാലും എക്സ്ട്രീംലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ടീം. സോ ദാറ്റ്സ് ഇറ്റ്. കുട്ടികളോടും ബിഗ് കൺഗ്രാറ്റുലേഷൻ ടു ദ എൻറ്റയർ IIT again, once again. Thank you for being part of this one. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്, വന്നതിന്, ഞങ്ങളുടെ കുട്ടികളൊക്കെ കണ്ട് സംസാരിച്ചതിനൊക്കെ ഒരുപാട് താങ്ക്സ്. Okay, thank you. ഓക്കെ, എനിക്ക് തോന്നുന്നു ആൻസ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഹലോ സാർ. സാറേ ഹലോ. സാർ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. അപ്പോൾ സാറ് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഈ കുട്ടികളുടെയൊക്കെ മുഖം കാണണം. ഇപ്പം IIT-യിലെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാക്കൽറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആൻസാർ. അപ്പോൾ ആൻസാർ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. 152 ആണ് ഞങ്ങളുടെ റിസൾട്ട്. ഇത്രയും കുട്ടികളെ പാസ്സാക്കാൻ സാധിച്ചു. അത് ഞങ്ങളുടെ വിജയമല്ല, അതിലൊരു 80% മുകളിൽ ക്രെഡിറ്റ് ഞങ്ങൾ ഫാക്കൽറ്റീസിന് തരികയാണ്. അപ്പോൾ സാർ എന്ത് പറയുന്നു സാർ? സാറേ ഒരുപാട് സന്തോഷമുണ്ട് സാറേ. പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഫ്രണ്ട്ലി, ഞാൻ അധികം കുട്ടികളോട് വഴക്ക് പറയാറില്ല. ഞാൻ അധികം കുട്ടികളെ വഴക്ക് പറയാതെ ഞാൻ ഇമോഷണലി അവരെ ഡാമേജ് ആക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്. പ്രത്യേകിച്ച് പേരൻസിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇമോഷണലി ആണ് അവരെ പഠിപ്പിക്കാറ്. ദേഷ്യപ്പെട്ട് അങ്ങനെ പഠിപ്പിച്ച ചരിത്രമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രണ്ട്ലി ആ ഒരു വേ ഓഫ് ടീച്ചിങ്ങിലേക്കാണ് പോവാറ്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ സാറേ ഈ കുട്ടി ജയിക്കണം. ഇപ്പൊ കുറച്ച് പേര് നമ്മളിങ്ങനെ ഫ്രണ്ട്ലി ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ അങ്ങ് എടുത്തിടും. അപ്പൊ കുറച്ച് കുട്ടികൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ ഈ പഠിക്കാൻ വന്നതൊക്കെ സാറിന്റെ ജീവിതമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അപ്പൊ എന്റെ വീട്ടില് എന്നെ പഠിപ്പിക്കുന്ന അത്ര കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ സാറേ നമ്മൾ അവര് ജയിക്കണം, ആ കുട്ടികൾ റിസൾട്ടിൽ ഉണ്ടാവണം എന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ടോപ്പ് അഭിറാമൊക്കെ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവണം എന്ന് അത്രമേൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചാണ്. ഞാൻ അത്ര ആഗ്രഹിച്ച ഒരു കൊച്ചാണ് അഭിറാം. കാരണം അവൻ ഒരിക്കലും എന്നോട് വന്നിട്ട് പ്രൈവറ്റ് ആയിട്ട് അവൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അത്ര ആഗ്രഹിച്ചു അഭിറാം എന്തായാലും റിസൾട്ടിൽ ഉണ്ടാവണം, അവന് ഉറപ്പായിട്ടും ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച കുറേ കുട്ടികൾ ആ റിസൾട്ടിൽ വന്നപ്പോ സാറേ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു മാർക്ക് സുവിത മിസ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ലൊരു മാർക്കോട് കൂടിയിട്ട് ഫൗണ്ടേഷൻ റിസൾട്ട് വന്നത് നമുക്ക് കുറേ ഈ ഒരു റിസൾട്ടിൽ നല്ല മാർക്കോട് കൂടി വന്നിട്ടുണ്ട്. ഒരു 250 എബോവ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് നല്ല മാർക്ക് വന്നു. ഓരോ സബ്ജക്റ്റിനും നല്ല മാർക്ക് വന്നു. അപ്പൊ എല്ലാരും എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ എല്ലാവരുടെയും കഷ്ടപ്പാടാണത്. എല്ലാരും ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സാർ ഒന്ന് തിരുത്തിക്കോട്ടെ, 250 അല്ല 320 ടോപ്പ്. 320 ഓക്കെ. അടിപൊളി. 250ക്ക് മുകളിലേക്ക് പറഞ്ഞ ഒത്തിരി കുട്ടികളുണ്ടെന്ന് സാർ പറഞ്ഞത്. ഓക്കെ മാഡം. അപ്പോ അവരുടെ ആ റിസൾട്ടില് ഭയങ്കര സന്തോഷമുണ്ട് മാഡം. കാരണം നമ്മളെ വിളിച്ച് പറഞ്ഞപ്പോഴും നമ്മളൊക്കെ പറഞ്ഞത് അവരുടെ ഒരു വലിയൊരു കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ നമ്മളെ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ടൈമിലായിരിക്കും ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ആദിത്യമൊക്കെ എന്നെ ഇരുത്തിയിട്ടില്ല. നമ്മൾ ഓർത്തിട്ടുണ്ട്, ദൈവമേ ഈ കൊച്ചു വരരുതേ, ഈ കൊച്ചു വൈകുന്നേരം വരരുതേ, എന്നെ കാണരുതേ. കാരണം നമ്മുടെ ക്രാക്കർ പിടിച്ചോണ്ട് ആ കൊച്ചു വരും, നമുക്ക് തല പുകഞ്ഞ് 7 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങൾ ഞങ്ങളെ വിടാതെ പിടിച്ചോളണം എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മള് മനസ്സിൽ പറയാണ്, നിങ്ങൾ ഇവര് തന്നെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇവരിങ്ങനെ, എനിക്ക് തോന്നുന്നത് അശ്വതി മിസ്സിന്റെ അടുത്തേക്കാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് ഇവർ ചാകര കണക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് സന്തോഷമുണ്ട്, അതിന്റെ കൂടെ നമുക്കൊരു തല പെരുത്തിരിക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ട്. എന്നാലും മിസ്സേ സാറേ അതൊക്കെ നമുക്കൊരു റിസൾട്ട് ആയിട്ട് വന്നപ്പോ ഉണ്ടല്ലോ, അതിൽ കൂടുതൽ സന്തോഷം നമുക്ക് വേറെ ഇല്ലല്ലോ സാറേ. നമ്മള് കഴിഞ്ഞു പോയ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള മെന്റലായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും നമുക്ക് കളഞ്ഞ് ആ പുള്ളിയെ നമ്മൾ സന്തോഷപ്പെടുത്തുന്നതിനേക്കാളും വലിയൊരു സന്തോഷം വേറെ ഇല്ല. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട് സാറേ, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. മിസ്സൊക്കെ അശ്വതി മിസ്സൊക്കെ മാസായിട്ടിരിക്കുകയാണ്. അശ്വതി മിസ്സിന്റെ ഒരു 94 വീണിട്ടുണ്ട്, ജിതിൻ സാറിനൊക്കെ. അപ്പൊ മാസാണ് നമ്മുടെ റിസൾട്ട്. ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാം കൊണ്ട് സന്തോഷമാണ്, ഒരുപാട് സന്തോഷമുണ്ട് സാറേ, നല്ല റിസൾട്ടാണ്. ഈ 94 വന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ഞാൻ.
ഇതിനകത്ത് എന്തോ ചോദിക്കണം ഒരു സാറേ, ചോദിക്കണം. എന്ത് മാജിക് എന്തോ ഒരു ആണ് അവിടെ കാര്യമുണ്ട്. കളിച്ചെന്ന് ചോദിക്കണം. അതാ ഓക്കെ സാർ, തീർച്ചയായിട്ടും ഇന്ററിൽ ഞങ്ങള് സാറിനെ മിസ് ചെയ്യും. സാറേ, ഞാനിങ്ങനെ ഫൗണ്ടേഷനിൽ നിന്ന് എല്ലാ പിള്ളേരും ഞാൻ ഇന്ററിലേക്ക് തരാം. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ക്ലാസ്സിലെ ഓക്കെ. രസകരമായ ഓർമ്മകൾ വല്ലതും ഉണ്ടോ സാർ? സാറിന് ഇപ്പം ഓർമ്മയിലേക്ക് വരുന്ന എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ്സിൽ സാറേ രസകരമായ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ സാറേ എല്ലാ രസകരമായ ഓർമ്മകളാണ് സാറേ. കാരണം നമ്മള് ഇപ്പൊ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ നമ്മുടെ ക്ലാസ്, ഞാൻ എപ്പോഴും ചിലപ്പോ കുട്ടികളോട് ചോദിക്കും, സാറേ മക്കളെ നമ്മുടെ ക്ലാസ് പുറത്തുനിന്ന് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമ്മളോട് പഠിക്കുമെന്ന് വിചാരിക്കില്ല. കാരണം ഞങ്ങളുടെ ക്ലാസ് മൊത്തം ചിരിയായിരിക്കും. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സും ഭയങ്കര നമ്മൾ എക്സാമ്പിൾ ഇട്ട് പിള്ളേരെ എക്സാമ്പിളിലേക്ക് എടുത്തിട്ട് സാറേ, അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട് സാറേ. നമ്മുടെ ഒരു കൊച്ചെന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ എനിക്ക് മാർക്ക് വന്നു. അപ്പൊ സാറിന്റെ നോട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ഇവരല്ലേ സാറേ എക്സ്പീരിയൻസ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇവരോട് ചോദിക്കാണ്ട്, മക്കളെ ഞാൻ എന്നാ ചെയ്യണ്ടേ, അടുത്ത ഒരു ടേമില് ഞാൻ എന്നാ ചെയ്യണ്ടേ, ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി എന്ന് വെച്ചപ്പോ കുട്ടികൾ പറഞ്ഞു, സാർ ഇങ്ങനെ തന്നെ പോട്ടെ. അതിന്റെ കൂടെ അവർ ആഡ് ചെയ്തൊരു പോയിന്റ് എനിക്ക് വളരെ സന്തോഷവും എനിക്കൊരു എന്താ പറയുക, ഒരു അഭിമാനം തോന്നിയ ഒരു പോയിന്റ് സാറേ. അവര് പറഞ്ഞു, സാറേ സാറിന്റെ നോട്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തോ, പക്ഷെ സാറേ സാറിന്റെ നോട്ട് ഞാൻ പഠിച്ചു, പക്ഷെ ആ നോട്ടിനേക്കാൾ ഉപരി സാറ് ഞങ്ങളെ എക്സാമ്പിളിലേക്ക് പിടിച്ചിട്ട് സാറേ എക്സാമ്പിൾ വൈസ് ഞങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് ഒരുപാട് ഉപകാരമായി സാറേ ഞങ്ങൾക്ക്, അത് ഓർത്ത് ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോ ആസ് എ ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ സാറേ ഞാൻ ആ ഒരു വാക്കിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. കാരണം നമ്മള് പറയുന്ന ഒരു വാക്ക് തെറ്റിപ്പോയാൽ ഒരു കൊച്ചിന്റെ ഒരു മാർക്ക് പോകും, അല്ലെങ്കിൽ ഒരു വാക്കിന് ഒരു പാളിച്ച പറ്റിയാൽ പോലും ഒരു മാർക്ക് പോകും. അവന്റെ ഒരു മാർക്കാണ് അവന്റെ ആ റിസൾട്ട് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തെ തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വരുമ്പോ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് സാറേ, ഭയങ്കര സന്തോഷം. ബാച്ചുകളെല്ലാം നല്ല ബാച്ചായിരുന്നു നമുക്ക് ഇത്തവണ വന്നതൊക്കെ. 4th ബാച്ച് വരെ ഞാൻ ഇപ്പോഴും 4th ബാച്ച് കയറിയപ്പോ കുട്ടികളോട് പറയാറ്, നീ ഒക്കെ നീറ്റൊക്കെ എഴുതി പൊട്ടിയിട്ടാ വന്നേക്കണം, നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്യും. പക്ഷെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ബാച്ചാണ് നമുക്ക് 4th ബാച്ച് വരെ കിട്ടിയത് സാറേ. അതൊക്കെ നമുക്കൊരു വലിയൊരു കാര്യമായിരുന്നു. അവർ പഠിച്ചു, അവർ കഷ്ടപ്പെട്ടു, അവർ ചെയ്യാവുന്ന ചെയ്തു. സുനിത മിസ് പറഞ്ഞ പോലെ 255 ആ ഒരു മാർക്ക് വാങ്ങിച്ച കുട്ടി പോലും മാർജിനലി നമ്മൾ പുറകോട്ട് പോയപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് അഭിമാനിക്കാന്നുള്ള ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാന്നുള്ള സാറേ, അവരുടെ മാക്സിമം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ അവർക്ക് എന്തായാലും അഭിമാനിക്കാം. അവരുടെ പേരൻസിനും അതിനേക്കാൾ ഉപരി അവരുടെ പേരൻസിന് അഭിമാനിക്കാം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ CA എന്ന് പറയുന്ന ഒരു പേര് അവരുടെ പേരിന്റെ കൂടെ ഉറപ്പായിട്ടും ചേർന്നിരിക്കും. കാരണം അതിന് അത്ര സ്റ്റഫുള്ള കുട്ടികളാണ് അവര്. ഒരുപാട് സന്തോഷമുണ്ട് സാറേ, ഇതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. ഈ ആൻസാറിനെ പറ്റി ഈ വർഷം നല്ലൊരു ഓർമ്മ എനിക്കുണ്ട്. പറയൂ സാർ. ഈ മനുഷ്യൻ ദേഷ്യപ്പെടുന്ന ആർക്കെങ്കിലും സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഈ മനുഷ്യൻ ഈ വർഷം ദേഷ്യപ്പെട്ടു സ്റ്റാഫ് റൂമിൽ വന്നിരുന്ന് കരഞ്ഞു. കരഞ്ഞതാരും കണ്ടില്ലല്ലോ. അന്നായിരിക്കും IIT-യുടെ മേളിൽ കൂടെ കാക്ക മലന്ന് പറഞ്ഞത്. സാറിന് ദേഷ്യപ്പെട്ടിട്ട് നമുക്ക് സാറിന് ദേഷ്യപ്പെടുന്ന ആർക്കും ഇമാജിനേഷനിൽ പോലും ഇല്ല. സാർ ഈ വർഷം ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞിട്ട് സാറ് സ്റ്റാഫ് റൂമിൽ വന്നിരുന്ന് കരഞ്ഞു വ്യക്തിയാണ്. എന്താ ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷം കണ്ട ഒരു പ്രത്യേകതരമായ ഓർമ്മ പറഞ്ഞതേ ഉള്ളൂ. സാറ് ഡോക്ടർ ആൻഡ് CK എന്ന് ഉടനെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ലേ സാർ? തീർച്ചയായും സാറേ, തീർച്ചയായും ഈ വർഷം ലാസ്റ്റത്തോടുകൂടി സബ്മിറ്റ് ചെയ്യണം. എല്ലാവരും പ്രാർത്ഥന. പിന്നെ സുബേദ മിസ്സെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവിടെ. എപ്പോഴും ഞാൻ മിസ്സിന്റെ അവിടെ ചെയറിലേക്ക് നോക്കാറുണ്ട്. മിസ്സിന്റെ കിട്ടിയ ഒരു മൊമെന്റ് അവിടെ ഇരിക്കുന്നുണ്ട്, ആ ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അതവിടെ ഇരിക്കുന്നുണ്ട്. മിസ്സിന്റെ ആ ഒരു ഓടിച്ചാടലും മിസ്സിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആ ഒരു എന്നെ ഇരുത്തി എന്നെ പെടുത്തുന്ന കഷ്ടപ്പാടൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. മിസ് ഉറപ്പായിട്ട് തിരിച്ചു വരണം കേട്ടോ. ഓക്കെ സാർ. അപ്പൊ സാറിനെ ഒന്ന് കുഴപ്പിച്ചോട്ടെ അവസാനം. സാർ ഞങ്ങൾ 4 ബാച്ച് ഇല്ലായിരുന്നു, ഏറ്റവും നല്ല ബാച്ച് ഏതായിരുന്നു സാർ? സാറേ അത് ഞാൻ എന്തായാലും പറയും സാറേ, ഉറപ്പായിട്ട് പറയും. ഏറ്റവും നല്ല വേണ്ട സാർ, ഞാൻ വേണ്ട പോട്ടെ, ഞാൻ ചുമ്മാ ഏറ്റവും നല്ല ബാച്ചിന് അദ്ദേഹം പറയാൻ വന്നത് 4th ബാച്ചാ. എന്താണെന്നറിയോ, ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഒത്തിരി റിസൾട്ട് ഉണ്ടാക്കി കുട്ടികളെ അല്ലേ സാറേ? അങ്ങനല്ലേ? നല്ല ബാച്ച് സാറേ, നല്ല ബാച്ചാണ് സാറേ. എന്താ പറയണ, നല്ല കുട്ടികളാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അതേ ഒരു ഇന്റൻസിറ്റിയിൽ നമുക്ക് തിരിച്ചു തരുന്ന കുട്ടികളാണ്. കുറെ കുട്ടികൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് മനസ്സിലാക്കാതെ പോയവർ പോലും
അവസാനം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ, അന്ന് ഇപ്പൊ റിയലൈസ് ചെയ്യുന്നു ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്നാണ്. കാരണം ആദ്യം അത് ഫോളോ ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് ആ എക്സാമിനേഷൻ പ്രാക്ടീസ് സെഷൻ വന്നപ്പോഴത്തേക്ക് പലർക്കും അവർ ഉദ്ദേശിച്ച ട്രാക്കിലല്ല പൊയ്ക്കൊണ്ടിരുന്നതെന്ന് മനസ്സിലായിട്ട് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര തീർച്ചയായും ടച്ചിങ് ആയിരുന്നു, ഭയങ്കര. തീർച്ചയായും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ താങ്ക് യു മച്ച്. സാർ, താങ്ക് യു സാർ. സൂരജ് സാർ, സാർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സൂരജ് സാർ. സൂരജ് സാർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാർ, കേൾക്കാം. ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാർ വീഡിയോ ഓൺ അല്ല, സാറിനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ തുടക്കം മുതൽ സാറിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ജോയിൻ ആയോ എന്ന്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ ഓക്കെ. അപ്പം എനിക്കറിയാം നല്ല തിരക്കുകളുണ്ട്, എന്നാലും അതിനിടയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. എനിക്കൊന്ന് കുറച്ച് ക്ലാസ്സുകളെ ഫൗണ്ടേഷനിലെ കുട്ടികളുള്ളൂ. ഇന്റർമീഡിയറ്റിലായിരുന്നു സാർ കൂടുതൽ ക്ലാസ്സുകൾ വന്നത്. അപ്പം ഇത്രയും കുട്ടികളെ ഞങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് സാറിന്റെ കയ്യിലോട്ട് തരികയാണ്. അപ്പോൾ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൂടെ സാറിനെ ഞങ്ങൾ കൃത്യമായി പരിചയപ്പെടുത്തിയിരുന്നു. പോസ്റ്റിംഗിൽ കിട്ടിയിരിക്കുന്ന മുൻ വർഷത്തെ മാർക്കുകൾ എന്താണെന്നുള്ളതും ഞാൻ അവർക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ സാർ ഭയങ്കര സന്തോഷത്തിലാണ്. ഭയങ്കര റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ സാർ, എന്താണ് പറയാനുള്ളത് IIT പറ്റിയും? ഞാൻ റിസൾട്ട് കേട്ടപ്പോൾ ഞാൻ ആദ്യം മനോജ് സാറിനെ വിളിച്ച് പറഞ്ഞത്, ഇപ്പൊ അടുത്ത ഇന്റർമീഡിയറ്റ് ഞങ്ങൾക്ക് 2 ബാച്ച് പഠിപ്പിക്കേണ്ടി വരുമോ? അത്യാവശ്യം നല്ല കഴിവുള്ള കാലിബറുള്ള കുട്ടികളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്, IIT വന്നിരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി അവർ ഈ ഫസ്റ്റ് ചാൻസിൽ ഇത്രയൊക്കെ പ്രഷർ ഹാൻഡിൽ ചെയ്ത്, കാരണം ഈ 6 മാസം എക്സാമിനേഷൻ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രം പോരാ സർ. എന്റെ ഒരു വിചാരം എന്ന് വെച്ചാല്, കുറെ കാര്യങ്ങൾ വന്ന് ഒരു ലൈനിൽ വന്ന് വീണാലേ നമ്മൾ പാസ്സാവും. കുറെ വാരി വലിച്ച് പഠിച്ചാൽ മാത്രം പോരാ, അത് പഠിക്കണം, നമുക്ക് പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ കറക്റ്റ് ഹെൽത്ത് ഉണ്ടാവണം, നമുക്ക് എക്സാം എഴുതാൻ പറ്റണം. ഈ 2 എക്സാമോ 3 എക്സാമോ 4 എക്സാമോ നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് അടുത്ത എക്സാമിന് പഠിക്കണം. അപ്പൊ എല്ലാം നമ്മുടെ ലക്ക് ഉൾപ്പെടെ എല്ലാം ഒരു ലൈനിൽ വന്നാൽ നമ്മൾ പാസ്സാവുള്ളൂ. അപ്പൊ പഠിച്ചാൽ മാത്രം പോരാ. അപ്പൊ അതെല്ലാം തരണം ചെയ്ത് വന്ന കുട്ടികളാണ്. പിന്നെ CA എപ്പോഴും CA എന്ന് പറയുന്ന കോഴ്സ് ഒരു പ്രൊഫഷണലിനെ വാർത്തെടുക്കുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഹ്യൂമൻ ബീങ്, അല്ലെങ്കിൽ നല്ല നേച്ചറുള്ള ഹ്യൂമൻ ബീങ്ങിനെ വാർത്തെടുക്കും. കാരണം നമുക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ഒരു കോഴ്സിൽ. ഫസ്റ്റ് കാര്യം പഠിക്കാനുള്ളത് പേഷ്യൻസ് ആണ്. ഹാർഡ് വർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പേഷ്യൻസ്, ഡിറ്റർമിനേഷൻ, പിന്നെ നമ്മുടെ കൺസിസ്റ്റൻസി, ഈ സാധനങ്ങളൊക്കെ ഉണ്ടായാൽ ഈ കോഴ്സിൽ ഏതൊരു സ്റ്റേജും പാസ്സാവുള്ളൂ. അപ്പൊ പാസ്സായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരിതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവന്ന് പാസ്സായ കുട്ടികളാണ്. പിന്നെ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു, IITക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരാൻ കാരണം, IITക്ക് എപ്പോഴും ഇപ്പൊ നമ്മൾ ബാക്കിലോട്ട് എടുത്ത് നോക്കിയാലും പല വർഷങ്ങളിലും IITയിൽ CA ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എല്ലാത്തിന്റെ റിസൾട്ട് വരാൻ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻഡിവിജ്വൽ കെയർ ആണ്. ഇപ്പം ഇവൻ എനിക്ക് പല സമയത്ത് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. സുവിധ മാഡം രാത്രി വരെ നമുക്ക് ഫുഡ് പോലും ഉണ്ടാക്കി തരാതെ, സുവിധ മാഡം രാത്രി വരെ പിള്ളേരോട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, പേരൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും, 10 മണിക്കും 10:30ക്കൊക്കെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും അനിയനൊക്കെ പറയും, ഇങ്ങനെ 10:30 11 മണി വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, പക്ഷെ അപ്പോഴും സുവിധ മാഡം പറഞ്ഞത് എന്റെ പിള്ളേർ പാസ്സാവേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. സുവിധ മാഡത്തിന് എനിക്ക് നേരിട്ട് കാണുന്നതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതേപോലെ ഓരോ ഫാക്കൽറ്റിക്ക് ചെയ്യുന്ന ഞങ്ങൾ ഫാക്കൽറ്റിയും കുട്ടികളും ചെയ്യുന്നതിന്റെ കൂടെ തന്നെ IIT സ്റ്റാഫ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ പ്രാവശ്യം മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്, IIT ഇപ്പൊ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ പഠിപ്പിച്ചു വരുവാണ്. അപ്പോ ഇതിനകത്ത് ടോപ്പിരിക്കുന്ന മനോജ് സാർ ആയാലും, ഇതിനകത്ത് സുനീൽ സാർ ആയാലും, സുവിധ മാഡം ആയാലും, മനോജ് ആയാലും, ഓരോ ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ഈ കോഴ്സ് പാസ് ആക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അവര് പറയുന്നത് അതേപോലെ കേൾക്കുക. എക്സാമിനേഷൻ ഇനി നിങ്ങൾ പഠിച്ചില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എക്സാമിനേഷൻ എഴുതുന്നില്ല എന്ന് പറയരുത്. പോയി എക്സാമിനേഷൻ എഴുതണം. കാരണം അവർക്ക് അറിയാം ഇത് എങ്ങനെ പാസ് ആവൂ എന്നുള്ളത്. അപ്പം കുറെ പേര് എനിക്കറിയാം, എന്റെ അടുത്ത് 2-3 ആൾക്കാർ വന്ന് പറഞ്ഞായിരുന്നു, സാർ അന്ന് ഞങ്ങൾ എക്സാം എഴുതിയപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രാക്കിലായി വന്നിട്ടുണ്ടെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നല്ല സന്തോഷമുണ്ട്. എനിക്ക് ആ റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്ന, പുതിയ ഇന്റർമീഡിയറ്റ് ഇത്രയും നല്ല കുട്ടികൾ വരുമല്ലോ. ഇനി റിസൾട്ട് കിട്ടാത്തവരെ ഒരിക്കലും നെഗറ്റീവ് അടിക്കണ്ട. കാരണം ഇതിന്റെ പാർട്ടാണ്. എന്ന് പറയുന്ന കോഴ്സിന്റെ ഒരു പാർട്ടാണ്. നമുക്ക് ഈ പ്രാവശ്യം കിട്ടാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച എന്തോ രീതിയിൽ എവിടെയോ തെറ്റാണ്. ആ രീതി ഒന്ന് ശരിയാക്കിയാൽ മതി. സുനി സർ.
തീർച്ചയായിട്ടും. അപ്പോൾ സൂര്യ സാറിനെ പറ്റി പറയുമ്പോൾ പേരൻസും ഉണ്ട്. ഞാൻ IIT-യുടെ ഒരു ഫാക്കൽറ്റി മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടികളുടെ ഒരു മെന്ററാണ്. അതിനെക്കാട്ടിലുപരി കഴിഞ്ഞ 2-3 CA ഇന്റർമീഡിയറ്റ് ബാച്ചുകളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ എക്സംഷൻ കിട്ടിയിട്ടുള്ള 60% എബോവ് മാർക്ക് സ്കോർ ചെയ്ത് കുട്ടികൾ പാസ്സായിട്ടുള്ള സബ്ജക്റ്റാണ്. അദ്ദേഹം എടുത്ത സബ്ജക്റ്റിനാണ് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അശ്വതി മാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ്. മിസ്സിനോട് ഞാൻ ആദ്യമേ മിസ്സിനോട് ചോദിക്കാൻ ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇടയ്ക്ക് വെച്ച് പൊളിച്ചത്. 94 എബോവ് മാർക്സ് ഒക്കെ സ്കോർ ചെയ്തു. ഇത് എങ്ങനെ ഒപ്പിച്ചു മാം ഇത്? സാർ ആക്ച്വലി ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ ടെൻഷനിലായിരുന്നു. 10 മണി തൊട്ട് റിസൾട്ട് ഇപ്പൊ വരും എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചാന്ന് തോന്നുന്നു. എനിക്ക് പനി വന്നു. ഞാനിങ്ങനെ പനി പിടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇരിക്കുമ്പോഴാണ് അഭിരാം വിളിച്ചിട്ട് പറയുന്നത്, മിസ്സേ എനിക്ക് 94 മാർക്സ് ഉണ്ടെന്ന്. സത്യം പറഞ്ഞ പനിയൊക്കെ എവിടെ പോയി എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടുമായിരുന്നു. ആക്ച്വലി ഐ എം വെരി പ്രൗഡ്. അഭിരാം ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മാത്രമല്ല, മാത്സും റീസണിങ്ങും എല്ലാം പഠിപ്പിച്ച എല്ലാവർക്കും അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. പിന്നെ അതിനു മുമ്പ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ മൈ സ്റ്റുഡൻസ്, പാരന്റ്സ്, എൻറ്റയർ IIT ടീം. നമ്മളെല്ലാവരും ഒരുമിച്ച്, ബാക്കി ടീച്ചേഴ്സ് ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. എസ്പെഷ്യലി സുജിത മിസ് ആൻഡ് സുബൈദ മിസ്. എനിക്കറിയാം ഓരോ പ്രാവശ്യം എന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നതും ഞാൻ മറന്നു പോവാണെങ്കിൽ അപ്പൊ തന്നെ സുജിത മിസ് മറക്കല്ലേട്ടോ എക്സാം ഇടാനുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുന്നതും, സുബൈദ മിസ് ചിരിക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുന്നതും ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതും എല്ലാം. സോ നിങ്ങളുടെ ആ ഹാർഡ് വർക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ കുട്ടികൾ, നിങ്ങൾ പിന്നെ മുത്തല്ലേ. എന്താ പറയാ, ക്ലാസ്സിലാണെങ്കിലും ഹൻസാറ് പറഞ്ഞ പോലെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വരവുണ്ട് എല്ലാരും കൂടി സ്റ്റാഫ് റൂമിലേക്ക്. ഇനി സ്റ്റാഫ് റൂമിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മതിയാവഞ്ഞിട്ട് ഞാൻ സുബൈദ മിസ്സിന്റെ റൂമിൽ താമസിച്ച് അവിടെ ഇരുന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മക്കളെ എന്താ ഡൗട്ട് ഉള്ളത് വന്ന് ചോദിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ 1-2 കുട്ടികളെയൊക്കെ എനിക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു ക്ലാസ് റൂം നിറച്ചു കുട്ടികൾ ഡൗട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള അത്ര ആഗ്രഹം, അത് സത്യം പറഞ്ഞാൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത്. വളരെ എന്താ പറയാ, പഠിക്കണം, എനിക്ക് പാസ്സാവണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്തായാലും അവർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ടാണ് അവർക്ക് കിട്ടിയത്. ആൻഡ് ഐ എം വെരി ഹാപ്പി. അപ്പം എനിക്കിനി കുട്ടികളോട് പറയാനുള്ളത്, ഇനിയും ഇതേ സ്പിരിറ്റോട് കൂടി തന്നെ ഇതിലും കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ടീച്ചർ നല്ല രീതിയിൽ പാസ്സായി. എന്താ പറയാ, റിസൾട്ട് മിസ്സിന് ഇപ്പൊ വിളിച്ചു പറഞ്ഞ പോലെ തന്നെ മിസ്സിന് അപ്പോഴും ടെൻഷൻ ആയിരിക്കുള്ളൂ. നിങ്ങളുടെ റിസൾട്ട് വരുമ്പോ മിസ്സിന് ടെൻഷൻ ആയിരിക്കും. അപ്പൊ മിസ്സിന്റെ ടെൻഷനൊക്കെ മാറ്റണം കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സ്റ്റുഡൻസ് നിങ്ങളോടാ ചോദിച്ചേ, കേൾക്കുന്നുണ്ടോന്ന്? ഓക്കെ മാം, മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ 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 ഞങ്ങള് ആൻസാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ CA ഇന്റർവ്യൂവിൽ ഞങ്ങൾ മിസ്സിനെയും മിസ് ചെയ്യും. ഞാനും എന്റെ കുട്ടികളെ ഞാനും മിസ് ചെയ്യും. അതെ അതെ, ഓക്കെ. എനിവേ ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും മിസ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എപ്പോ ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ടെസ്റ്റ് പേപ്പർ ആയാലും മോഡൽ എക്സാമിനേഷൻ ആയാലും അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി തന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും നാള് ഞങ്ങളുടെ കട്ടയ്ക്ക് ഞങ്ങളോടൊപ്പം നിന്നു. ഒരുപാട് സന്തോഷം. അതൊരു കാര്യം എനിക്ക് പറയാതെ വയ്യ. കാര്യം ഞാനല്ല, എല്ലാ ടീച്ചേഴ്സും നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ IIT തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും IIT അത് അപ്പൊ സാധിച്ചു തരാം. ആരോട് പറഞ്ഞാലും പക്ഷെ അതൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ അതിന് സൊല്യൂഷനാണ് അവിടെ. ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഇത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഓക്കെ മാം, നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഓക്കെ, പുതിയ ട്രിപ്പിന് എങ്ങോട്ടെങ്കിലും ഉണ്ടോ? ഒരുപാട് യാത്ര പോകാൻ ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പൊ എന്തായാലും ഇല്ല. തുടങ്ങിയില്ല. ഓക്കെ, ഇനി നമുക്ക് ഇനി കുറച്ച് കുട്ടികൾ, അതും വളരെ വിഷമമുള്ള കാര്യമാണ്. കുറച്ച് കുട്ടികൾക്ക് ഇത് നമ്മുടെ റിസൾട്ടിൽ ഫെയിൽ ആയിട്ടുണ്ടല്ലോ. ഇനി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് IIT-യിലേക്ക് വരാൻ തീരുമാനിച്ചു. സോ ട്രിപ്പ് ഒക്കെ മാറ്റി വെച്ചു. ഓക്കെ ഓക്കെ മാം, ഓക്കെ, താങ്ക് യു സോ മച്ച്. ജിതിൻ സാർ. ഹായ് സാർ. സാർ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. കേൾക്കാമല്ലോ? സൗണ്ട് ഉണ്ടോ? ഓക്കെയാണ് സാർ, കേൾക്കാം. ശരി. ഓക്കെ ഓക്കെ സാർ, വളരെ സന്തോഷം. കാരണം ഇതില് എത്രയൊക്കെ പഠിപ്പിച്ചാലും സാറ് കൊടുത്തിട്ടുള്ള ചില ട്രിക്സ് ഉണ്ടായിരുന്നു മാത്സിന്, അല്ലെങ്കിൽ സാറിന്റെ സബ്ജക്റ്റിന്.
സാർ എപ്പോഴും അവസാന ഘട്ടത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ചില ട്രിക്സ് ഉണ്ടായിരുന്നു. അത് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമേ ഫസ്റ്റ് ഞാൻ ഒരു താങ്ക്സ് സാറിന് നൽകുന്നു. പിന്നെ അതിഗംഭീര റിസൾട്ട് ആയിരുന്നു. എല്ലാ വർഷത്തെയും പോലെ തന്നെ 152 സ്റ്റുഡൻസ് പാസ്സാവാൻ സാധിച്ചു. സാർ എന്ത് പറയുന്നു IIT പറ്റി, സ്റ്റുഡൻസിനെ പറ്റി? കേൾക്കാമോ സാർ? ഹലോ സാർ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജിതിൻ സാർ ഓഡിയോ കണക്ട് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ്. സാർ ഒന്ന് ലീവായിട്ട് ജോയിൻ ചെയ്യാമോ സാർ? അപ്പൊ റെഡി ആവുമായിരിക്കും. ഓക്കെ, സുബേദ മിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ സാർ കേൾക്കാം. ഓക്കെ, മൈക്ക് ഞാൻ സുബേദ മിസ്സിന് തരികയാണ്. ഞാൻ ജിതിൻ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടെ, അപ്പൊ സംസാരിച്ചോളൂ. സാർ വരുമ്പോ ഞാൻ മൈക്ക് കൈമാറാം. അതെ അതെ. അപ്പോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ നമ്മള് ഇത്രയും നല്ലൊരു റിസൾട്ട്, ഭയങ്കര റിസൾട്ട്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത് ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നല്ലോ എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ സങ്കടം. പിന്നെ മനോജ് സാർ പറഞ്ഞൊരു കാര്യം, ചൂരലുമായിട്ട് നമ്മൾ പിന്നാലെ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചൂരലുമായിട്ട് അത്ര അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. കാരണം അത്രയും ബ്രില്യന്റ് സ്റ്റുഡൻസ് ആയി ഇപ്പൊ വരുന്നത്. അത് ഓരോ കാലഘട്ടത്തിന്റെ മാറ്റമാണോ എനിക്ക് അറിഞ്ഞൂടാ. പണ്ടത്തേക്കാൾ ഒരുപാട് ബുദ്ധിയുള്ള കുട്ടികളാണ് ഇപ്പൊ വരുന്നത്. പക്ഷെ എന്നാൽ പോലും 100% കുട്ടികളും ആ ബുദ്ധി യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് റിസൾട്ട് 200 എബോവ് 250 എബോവ് വന്നേനെ. അത്രയ്ക്ക് കാലിബർ ഉള്ള കുട്ടികളാണ് നമുക്കുള്ളത്. അപ്പൊ അത് പറയാതെ വയ്യ. പിന്നെ ഇപ്പൊ ഈ ഫാക്കൽറ്റീസ് ഒക്കെ പറഞ്ഞു നമ്മളുടെ എഫേർട്ടിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് ഒരു ഫാക്കൽറ്റിയുടെ പിന്നാലെ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് 7 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ പറയുമ്പോൾ തല ചൊറിഞ്ഞുകൊണ്ടാണ് അവിടെ വരുന്നത്. കാരണം നമുക്കറിയാം അത്രയും എഫേർട്ട് ഇട്ട് പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ശരിയാണോ എന്ന് നോക്കാനൊക്കെ കൊടുക്കുമ്പോൾ അത് ഫുള്ള് വായിച്ച് നോക്കി അതിനകത്തുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉൾപ്പെടെ പറഞ്ഞു തന്ന് വല്ലാത്ത സപ്പോർട്ടാകുക. അപ്പൊ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അത്രയും നല്ല ഫാക്കൽറ്റീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജിതിൻ സാർ ജോയിൻ ആയിട്ട് 2 ദിനത്ത് ജോയിൻ ആയിട്ടുണ്ട്. സാറിന് സംസാരിക്കാൻ പറ്റുമോ? അല്ല, കേക്കാവോ? സാർ സംസാരിച്ചോളൂന്നോ? ഓക്കെ സാർ, അത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പം ഇപ്പൊ കേക്കാവല്ലോ അല്ലെ? സാർ 1 പകരം 2 ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക്. ഓക്കെയാണ് സാർ. സാറേ മൊബൈലിൽ ലാപ്ടോപ്പിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അത് കേൾക്കാൻ പറ്റാതെ ഞാൻ ഫോണിലും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ് സാർ, കേൾക്കാം, സംസാരിക്കാം സാർ. ഓക്കെ, സാറേ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ സാറിനെ പറ്റി പറഞ്ഞത് നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഒരു പരാതി ഉണ്ട്. സാറിന് സുന്ദരമായ മുഖം നന്നായി കാണാൻ പറ്റുന്നില്ല എന്നുള്ള വല്ലാത്തൊരു പരിഭവമുണ്ട് ഞങ്ങൾക്ക്. അത് കുഴപ്പമില്ല. അത് നമുക്ക് അത് ടെക്നിക്കൽ ഇഷ്യൂ വന്നോണ്ടാണ്, ശരിയാക്കാം. ഓക്കെ സാർ, ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത്, സാർ ഈ എക്സാമിനേഷൻ ടൈമിൽ കുട്ടികൾക്ക് കുറച്ച് ട്രിക്സ് പറഞ്ഞു കൊടുക്കും സാറിന്റെ ലാസ്റ്റ് ഘട്ടത്തില്, ക്ലാസ് ഒക്കെ തീരാൻ പോകുന്ന സമയത്ത്. അപ്പൊ അത് എപ്പോഴും എല്ലാ ബാച്ചിലും അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ റിസൾട്ടിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ 152 സ്റ്റുഡൻസ് ആണ് ഇപ്പൊ പാസ്സായിരിക്കുന്നത്. അപ്പോൾ IIT പറ്റിയും സ്റ്റുഡൻസിനോടും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ എന്താണ് സാർ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാൻ എന്താ പറയാ, ഈ മീറ്റിംഗിൽ എല്ലാ ഫാക്കൽറ്റീസിനെയും അതേപോലെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനെയും IIT ടീമിനെ വലിയൊരു കൺഗ്രാറ്റ്സ് പറയുന്നത്. അതേപോലെ നമ്മുടെ സ്റ്റുഡൻസ്. അപ്പൊ അതില് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ്, ഞാൻ നോർമലി എന്റെ ക്ലാസ്സിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ സ്പീഡിൽ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നൊരു പോയിന്റ് ആണ്. കാൽക്കുലേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നാമത് നമ്മളെ പേപ്പർ മാത്സ് ആയതുകൊണ്ട് തന്നെ കൊമേഴ്സ് ആണ് കുട്ടികൾ വരുന്നതെങ്കിലും
കുട്ടികൾക്ക് കുറെ ആൾക്കാർക്ക് പേടിയുണ്ടാവും. ഓക്കെ, സ്റ്റെപ്പ് എക്സ് വൈ എന്നെല്ലാം കാണുമ്പോൾ. അതുകൊണ്ട് നമ്മളത് പരമാവധി എക്സും വൈ ഒക്കെ പരമാവധി ക്ലാസ് ഒഴിവാക്കി എങ്ങനെയെങ്കിലും അവർക്ക് ആ ഒരു CA ഫൗണ്ടേഷൻ മാത്സ് പാസ്സാക്കുക എന്നൊരു പോയിന്റ് മാത്രമേ ഉദ്ദേശിച്ചു. കാരണം നമ്മൾ ഉദ്ദേശം വെച്ചാൽ അവരടുത്ത ലെവലിലേക്ക് പോവുക, അല്ലാണ്ട് മാത്സിന്റെ ജീനിയസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആയതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ ഞാൻ പരമാവധി ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമാണ്. ഹൗ ടു ക്ലിയർ CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ, അതിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏതാ വരുന്നത്, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോർമലി ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാറ്. അപ്പൊ എന്തായാലും അതെല്ലാം കഴിഞ്ഞു. ഓക്കെ, നല്ലൊരു ടീമായിരുന്നു, ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മള് ക്ലാസ്സിൽ പല പല ചർച്ചകൾ വെച്ചിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, ക്ലാസ്സിൽ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടുണ്ടാവും, പിന്നെ അതേപോലെ പ്രോഗ്രാംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അപ്പൊ ഇപ്പോ നമ്മളെ മക്കളെല്ലാം എല്ലാവരും തന്നെ പാസ്സായി. ഓക്കെ, കുറച്ച് പേർക്ക് കിട്ടിയില്ല. പക്ഷെ ഈ ഒരു CA ഇന്ററിൽ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ഒരു മെയിൻ ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല്, ഓൾ ഇന്ത്യയിൽ തന്നെ നമുക്കൊരു 30% റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു 30% വരുന്ന കുട്ടികളാണ് ഇവർ. അപ്പൊ ഇപ്പം ഇവർ ഈ ഒരു ഫസ്റ്റ് ചാൻസ് ഇന്ററിലേക്ക് വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് അവർ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? കാരണം IIT-ന്റെ ടീം മെമ്പേഴ്സിന്, കാരണം ആ കുട്ടികൾ കാണിക്കേണ്ട ഒരു വലിയൊരു താങ്ക്സ് ആയിരിക്കണം. ലൈക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ആരൊക്കെയാണോ ഫൗണ്ടേഷൻ പാസ്സായിട്ടുള്ളത് IIT-ന്ന്, അവരെല്ലാവരും തന്നെ IIT തന്നെ ഇന്ററിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? കാരണം അത്രയും വലിയൊരു ഹ്യൂജ് ഇതിന്റെ ബാക്ക് വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നല്ല ക്ലാസ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ അല്ലേ? എനിക്കറിയാം മനിജ മിസ് ഒക്കെ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ് ഔട്ട് ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ മിക്കവാറും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, സാറേ ആ ക്ലാസ് ഈ ക്ലാസ് ആണ്. ഓക്കെ അല്ലേ? ഫൗണ്ടേഷൻ കേസിൽ. അപ്പൊ അതുപോലെ തന്നെ ഇന്റർനെറ്റ് കേസിലും നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഒരു വലിയ ടീം തരുന്നുണ്ട്. അപ്പോ ഇപ്പോ ഈ ഒരു റിസൾട്ട് വന്നൊരു സമയത്ത് ഒരുപാട് ആൾക്കാർ അവരെ എന്താ പറയാ പ്രലോഭിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എന്റെ ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത്, CA കോഴ്സ് ഒരു വലിയൊരു ജേണിയാണ്. അത് നിങ്ങളൊരു സെക്കൻഡ് ഹോമാണ് IIT. ഓക്കെ, നിങ്ങൾ എന്ത് പാസ്സായി കഴിഞ്ഞാലും അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ, ഇന്റർമീഡിയറ്റ് പോകുമ്പോൾ ആരൊക്കെയാണോ ഫൗണ്ടേഷൻ പാസ്സായിട്ടുള്ളത്, അത് നിങ്ങളെ ഫാക്കൽറ്റിയോടും അതേപോലെ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടോടും കാണിക്കുന്ന വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. എന്ത് അവിടെ തന്നെ പഠിക്കുക. കാരണം നല്ലൊരു ടീം മെമ്പേഴ്സ് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. അത് മനോജ് സാറൊക്കെ കേരളത്തിൽ തന്നെ ഏതൊക്കെ CA-കാരുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ CA പാസ്സായിട്ടുണ്ടോ, CMA പാസ്സായിട്ടുണ്ടോ, അവരോട് ആര് ചോദിച്ചാലും പറയും IIT എന്ന് പറഞ്ഞ ഒരു അതിന്റെ ഒരു ലെഗസി, അല്ലെങ്കിൽ അതിന്റെ ഒരു അത്രയും വർഷങ്ങൾ മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ, കാരണം കുറെ കുട്ടികൾ, പല കുട്ടികളും ഫൗണ്ടേഷൻ പാസ്സാവും, പിന്നെ ഇന്റർ ആകുമ്പോൾ അവർക്ക് എന്താ പറയാ ഒരു നോർമലി നമ്മൾ പാസ്സാകുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ ഞാനൊരു കുറ്റം പറയുന്നല്ല, അതൊക്കെ മാറ്റി നിർത്തി. കാരണം ഫസ്റ്റ് ചാൻസ് CA ഇന്റർമീഡിയറ്റിന് പ്രത്യേകതയുണ്ട്. അതായത് ഒരിക്കലും CA ഇന്റർമീഡിയറ്റിന് ഫസ്റ്റ് ചാൻസിന് കിട്ടുന്ന സമയം പിന്നെ ഒരിക്കലും കിട്ടൂല. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് ഭയങ്കര വലുതാണ്. കാരണം ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഒരു 9 months ഗ്യാപ്പ്, പിന്നെ ഒരിക്കലും ഒരു അറ്റംപ്റ്റും ഒരു കമ്മിങ് അറ്റംപ്റ്റുകൾ ഒരിക്കലും തന്നെ ഇന്റർമീഡിയറ്റ് അത്രയും ഒരു ടൈം ഗ്യാപ്പ് കിട്ടൂല. അപ്പൊ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞ്, കാരണം അതിന് നല്ലൊരു ടീം IIT-ലുണ്ട്. അപ്പൊ എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും നമ്മളെ ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേ സപ്പോർട്ടിൽ നല്ല അടിപൊളിയായിട്ട്, കാരണം ഇവർക്ക് ഏറ്റവും വലിയ പ്ലസ് എന്ന് വെച്ചാൽ എല്ലാവരും പരിചയമുണ്ട്. ഈവൻ മനോജ് സാറിനോട് പോലും ഡയറക്റ്റ് പോയി സംസാരിക്കാം. ഓക്കെ, എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാം. അപ്പൊ ആ ഒരു പോയിന്റിലുള്ളത്, കാരണം പുതിയൊരു സ്ഥലത്ത് പോകുന്നതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആണ് ഇവിടെയുള്ള സ്ഥലം. ഒബ്വിയസ്ലി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ക്ലാസ്സിന്റെ ക്വാളിറ്റി, നല്ല ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ അവർ ഫോക്കസ് ചെയ്യുക. നല്ല രീതിയിൽ ഇന്ററിലേക്ക്, ഒബ്വിയസ്ലി പുതിയ സിലബസ് ആണ്. അപ്പോ ഒരു 2-3 അറ്റംപ്റ്റ് ഒക്കെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മളെല്ലാ കുട്ടികളും ഇന്ററും ഇതുപോലെ പാസ്സാവട്ടെ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഒരു ഫ്ലൈയിങ് കളേഴ്സിൽ മുന്നോട്ട് വരട്ടെ. കാരണം നമ്മൾ ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്. അത് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ചുവടുവെപ്പും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, എല്ലാ ക്ലാസ്സുകളും എനിക്ക് പേഴ്സണലി പേര് അങ്ങനെ പെട്ടെന്ന് അറിയണമെന്നില്ല, കാരണം അത്രയും കുട്ടികൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം എല്ലാവരും മുഖം കണ്ടാൽ എനിക്ക് പരിചയം ഉണ്ടാവുമല്ലോ, പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി കാണുമ്പോൾ സംസാരിക്കുക. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം ഒരു എന്താ പറയാ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ IIT ഒബ്വിയസ്ലി ഇപ്പം എല്ലാ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആണ്. അതിലൊന്നൊരു എന്റെ ഒരു പോയിന്റിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ക്ലാസ് എടുക്കാറുണ്ട്. അപ്പം IIT-ന്റെ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയാ അശ്വതി മിസ്സിനൊക്കെ അറിയാം, നമ്മളൊരു ഫാക്കൽറ്റി എന്ന രീതിയിൽ ആ ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാല് പിന്നെ ചർച്ചയായി, ബഹളായി, ക്രിക്കറ്റ് കളി, ഓക്കെ അതായി ഇതായി. അപ്പൊ ആ ഒരു ഭക്ഷണം വന്നാൽ അതിന്റെ കുറ്റം പറച്ചിലായി, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറച്ചിലായി. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് വെച്ചാല്,
അതൊരു ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു റിലാക്സേഷൻ പോയിന്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ 80 വന്നാൽ ഒരു റിലാക്സേഷൻ പോയിന്റ്, കാരണം ഒരു ഗ്യാങ് ആണ് നമുക്കൊരു ഗ്യാങ് ഉണ്ടാവും, ഫാക്കൽറ്റി ഗ്യാങ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. അതിൽ അതേ സമയത്ത് കുട്ടികൾ ബസ്സിൽ പോകുമ്പോൾ കുട്ടികളായിട്ട് ബസ്സിലുണ്ടാവും. ഓക്കെ അല്ലേ, അതേപോലെ ബസ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പൊ ആ ഒരു അതേപോലെ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ അല്ലേ, ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ കുട്ടികളോട് പറയാനുള്ളത് ഒരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ, +2 കഴിഞ്ഞ പ്രായമാണ്, തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ നിൽക്കുക, അവിടെ തന്നെ പഠിക്കുക. ഓക്കെ അല്ലേ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തിരിച്ചും നിങ്ങളോട് ഇപ്പം IIT കാണിക്കുന്ന പോലെ തന്നെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഇതാണ് എനിക്ക് ഈ പോയിന്റിൽ പറയാനുള്ളത്. അപ്പൊ എല്ലാവരും അടുത്ത ഫൗണ്ടേഷൻ വരുന്ന സമയത്ത് നല്ല ലഡുവും ജിലേബിയും ഒക്കെ ആക്കി വെച്ച്, ഓക്കെ, ഞാൻ വരുന്ന സമയത്ത് എല്ലാ കുട്ടികളും തരിക. ഓക്കെ അല്ലേ, സന്തോഷത്തോടെ തരിക. സാറെ പാസ്സായിട്ടുണ്ട്, ഇന്റർവ്യൂ ഇപ്പം പഠിക്കുന്നുണ്ട് വന്ന് എല്ലാവരും ഒരു ദിവസം തരാൻ പാടില്ല, പല ദിവസമായിട്ട് തരിക. അപ്പൊ നമുക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം. ഓക്കെ, ഷുഗർ പിടിക്കൂട്ടോ. ഷുഗർ ഒന്നുമില്ല മിസ്സേ, പഞ്ചാര വളരെ കുറവാണ് എനിക്ക്. ഓക്കെ, അത് കുഴപ്പമില്ല. മിസ്സേ കൂടുമെന്ന് പറഞ്ഞാൽ മതി, പിടിക്കുമെന്ന് പറയണ്ട, ഓൾറെഡി ഉണ്ട്. ശരി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. ശരി, ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അപ്പോ ജിതിൻ സാറ് പറഞ്ഞ അത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അപ്പൊ മനോജ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ജിതിൻ സാറും പറഞ്ഞത്, എവിടെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എപ്പോഴും ഞാൻ മനോജ് സാറിനോട് സംസാരിക്കുമ്പോൾ സാറിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്ക് വേണമെങ്കിലും IITക്ക് ഒരു താരത്തെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആക്കി കൊണ്ടുവരാം. ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 അല്ല 2 പേരെ വേണമെങ്കിലും വെക്കാം, 3 or 4 ഡിസ്ട്രിക്റ്റുകളിൽ സെന്ററുകൾ ഇടാം. പക്ഷേ മനോജ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, IITക്ക് ഒരു ബ്രാഞ്ചേ ഉള്ളൂ, ആ ബ്രാഞ്ചിൽ ഞാൻ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം നല്ല ഹോസ്റ്റൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് IITയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മളൊക്കെ സംസാരിച്ചു, നമ്മുടെ പേരൻസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഈ വിജയത്തിന് നമ്മുടെ IITയുടെ എഫേർട്ട്, IITയുടെ സപ്പോർട്ട് എത്രമാത്രം സഹായിച്ചിട്ടുണ്ടാകും? ഏതെങ്കിലും ഒരു പേരന്റിന് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. തൗഹീദിന്റെ ഉമ്മയല്ല വീഡിയോ ഓൺ ആക്കിയിരുന്ന ഇത്ര നേരം, ഓഫായ? തൗഹീദിന്റെ ഉമ്മയായിരുന്നു അത്. ആ, അത് മ്യൂട്ടാണ് കേട്ടോ, മ്യൂട്ടാണ് ഉമ്മ, മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. IITയിലെ സാറന്മാരായാലും മനോജ് സാറായാലും സുനിത മിസ്സും സുവേദ മിസ്സും എല്ലാം നല്ല സപ്പോർട്ടാ, എല്ലാം നല്ല അഭിപ്രായം, നമുക്ക് നല്ല അഭിപ്രായം. തൗഹീദിന്റെ ഇക്കയും ഇവിടെ തന്നെ പഠിച്ചല്ലേ? മോൻ ഇപ്പോഴും ഇവിടെ തന്നെ, ഇന്റർ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ. അവനെന്താ വീഡിയോ ഒന്നും ഓണാക്കാതെ? അവനെവിടെ? മോനുണ്ട്. ഇത്രയും നല്ല വിജയം ഉണ്ടായിട്ട് ഈ പിള്ളേർ ആരും വീഡിയോ ഒരു മുഖം പോലും കാണാൻ പറ്റുന്നില്ല. എനിക്ക് സങ്കടം വരുന്നു. എന്റെ അടുത്ത് ഇരുന്നായിരുന്നു, ഇപ്പം പറഞ്ഞപ്പോ അങ്ങോട്ട് പോയി. വീഡിയോ ഓണാക്കിയും കാണട്ടെ. വീഡിയോ പോയാ? ഇല്ല അമ്മടെ കാണാം, അമ്മനെ കാണാം. മോനങ്ങ് കയറി റൂമിൽ പോയ, ഇവിടെ ഇരുന്നായിരുന്നു, അത് പോയി. കാര്യം പറയുന്ന കേട്ടപ്പോ പോയി. അതന്നെയാ നമ്മള് രണ്ടാമത്തെ മോനെ അവിടെ കൊണ്ടുവിട്ട, തൗഫീഖിനെ അവിടെ ആക്കി. എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും രണ്ടാമത്തെ മോനെ ആക്കി. ഈ മനോജ് സാറ് പറഞ്ഞ കണക്ക് 3ാമത്തെ മോളെ ഇൻഷാ അല്ലാഹ് ചിലപ്പോ താല്പര്യമുണ്ടെങ്കിൽ ആക്കൂ. അടിപൊളി, ഒരു നല്ല കയ്യടി കൊടുക്കണേ ഉമ്മയ്ക്ക്. ഈ ദിവ്യ എന്ന് പറയുന്നത് എനിക്ക് അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ഇത്രയും സപ്പോർട്ടിങ് പേരൻസ്, എന്താ പറയാ, മക്കളെ പറ്റിയുള്ള കോൺഫിഡൻസ്, മക്കളെ പറ്റി ഞാനിപ്പോ ഈ ഇളയ മോനെ പറ്റി ഞാൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ഉമ്മാന്റെ അടുത്ത്. എന്താ കംപ്ലൈന്റ് പറഞ്ഞാൽ മോശം എന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഇപ്പോഴും ഞാൻ പറയൂ ആ കംപ്ലൈന്റ്. അവൻ അവിടെ ഇരിക്കണമായിരുന്നു. അപ്പൊ അമ്മക്ക് നല്ല സ്കോറുണ്ട്, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത സ്കോർ അവൻ വന്നില്ല. ഞാൻ ഇന്നലെ ഇത് സുജിത മിസ്സിനോട് പറഞ്ഞപ്പോൾ സുജിത മിസ് എന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. അവൻ 4ാമത്തെ 4th ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അവൻ എത്ര സമയം, ഞാൻ അതൊന്നും അല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ 4th ബാച്ചോ അതല്ല, നമുക്ക് ഓരോ കുട്ടിയുടെ ഒരു കാലിബർ നമ്മൾ റേറ്റ് ചെയ്യും. അപ്പം ഇവനൊരു 300+ വാങ്ങാൻ ഈസി ആയിട്ട് പറ്റുന്ന കുട്ടിയാണ്.
എന്നാ നന്നായി വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ അവന് കുറെ കൂടി വർക്ക് ചെയ്യാമെന്ന ഞാൻ റീഡ് ചെയ്യുന്നതല്ലേ, ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നതല്ല. സുഖമില്ലായിരുന്നു സാറേ അന്ന് ആയിക്കോട്ടെ, മോൻ ഇതെല്ലാം ഈ നമ്മുടെ അസുഖം വരുന്നതും എല്ലാം ഇത് നമ്മുടെ ബാഡ് ലക്കും ഒക്കെ ഇതിനകത്തുള്ളതാ. പക്ഷെ എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഓരോ കുട്ടികളിലും ഒരു റേറ്റിംഗ് ഉണ്ട്. ഞാൻ ശരിക്കും 4th ബാച്ചില് എന്തൊരു 300+ എക്സ്പെക്ട് ചെയ്ത ആളാണ് ഞാൻ അവനില്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് അതിന് കഴിവുണ്ട്. കഴിവില്ലാത്തൊരു കുട്ടിയുടെ മുഖത്ത് നോക്കി നീ ഭയങ്കര കഴിവുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. പക്ഷെ ഇത് കഴിവ്, അവൻ 300+ വാങ്ങാൻ പറ്റുന്ന കാലിബർ ഉള്ള കുട്ടിയാണ്. ഇത് ഇന്റർമീഡിയറ്റിൽ അത് പ്രൂവ് ചെയ്യാൻ പറയണം. ഇനി ഒരു എക്സ്ക്യൂസ് ഇല്ല. പണ്ടത് മിസ്സിനോട് അവര് എന്തൊക്കെയോ പറഞ്ഞു, എന്നെ എന്തൊക്കെയോ ചീത്ത പറഞ്ഞു. 4th ബാച്ചിൽ അങ്ങനെ പറയാൻ പാടുണ്ട്, ഇങ്ങനെ പറയാൻ പാടുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ എന്താ, ആ കുട്ടിയുടെ കാലിബർ, ആ കുട്ടിക്ക് അതുള്ള കഴിവുള്ള കുട്ടിയാണ്. ഓക്കെ, അതാ. പിന്നെ ഇത്രയും സപ്പോർട്ടിങ് പേരൻസ്, മക്കളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അന്ന് ആവശ്യമില്ലാത്ത ഒരു തരത്തിലുള്ള എന്താ പറയുക, അവരെ പുകഴ്ത്തിപ്പ അങ്ങനെ ഒന്നുമില്ല. എന്താണോ റിയാലിറ്റി അതുപോലെ നമ്മൾ മുമ്പിൽ അവർ പിക്ചറൈസ് ചെയ്യും. അത് അവർ നമുക്കൊരു പിക്ചർ തരും, എന്നതാണ് ഈ കുട്ടി എന്ന് റിയൽ ആയിട്ട് പറയുന്ന വളരെ സപ്പോർട്ടിങ് പേരൻസ്. താങ്ക് യു. അഭിരാം, കഴിഞ്ഞ പ്രാവശ്യം വാപ്പ ഗൾഫിൽ നിന്നപ്പോ നമുക്ക് കുറെ ചോക്ലേറ്റ് ഒക്കെ തന്നിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം തരണേ. അതെ അതെ അതെ. അഭിരാം നമ്മുടെ ഹീറോ ആയിട്ടുണ്ടല്ലോ. എന്തോ അഭിരാമിനെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. അഭിരാം, അഭിരാമിന്റെ അമ്മയാണ് ദിവ്യ. അഭിരാം എന്നോട് സംസാരിക്കുന്നത് ഈ അമ്മയാണല്ലേ? ഞാനതിന് മുനിസിപ്പാലിറ്റി എൻക്വയറി എന്നൊക്കെ പറഞ്ഞ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ അഭിരാമിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ, ഒരു പാട്ട്, ഇതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന അഭിരാമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം റിയൽ ഹീറോ ഓഫ് IIT. ഒത്തിരി സന്തോഷം. എന്താ പറയാനുള്ള, പറയൂ സാർ. ഒരുപാട് സന്തോഷമുണ്ട് സാർ. എനിക്ക് ലൈക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫാമിലിയും ഫാക്കൽറ്റീസിനെ എടുത്തു പറയണം. ഞാനാണെങ്കിൽ ഇഷ്ടംപോലെ ശല്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്ലാസ്സിൽ വെച്ചും വീട്ടിൽ പോയാലും വിളിച്ച് ശല്യം ചെയ്യും, മെസ്സേജ് ശല്യം ചെയ്യും. പിന്നെ സുജിത മിസ് ഭയങ്കര റോളായിരുന്നു. എനിക്ക് പരീക്ഷയുടെ സമയത്തും ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു സുജിത മിസ്. അങ്ങനെ എല്ലാവരും IIT-യിലുള്ള എല്ലാവരും, ഫ്രണ്ട്സും ടീച്ചേഴ്സും IIT-യിലുള്ള എല്ലാ സ്റ്റാഫും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ പരീക്ഷയുടെ സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പരീക്ഷ കഴിഞ്ഞപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ല ഒരു ഇതായിരുന്നു. ഒരുപാട് സന്തോഷം സാർ. എന്തായാലും മോനെ അഭിരാം +2 സയൻസ് ആയിരുന്നു, കൊമേഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്? സയൻസ് ആയിരുന്നു സാർ. സയൻസ് സ്ട്രീമിൽ നിന്നായിരുന്നു. ഓക്കെ. മോനി സ്കോർ പ്രതീക്ഷിച്ചിരുന്നോ? 320 അല്ലേ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്? 320 ഒന്നും പ്രതീക്ഷിച്ചില്ല സാർ. പ്രതീക്ഷിച്ചില്ല? ഇല്ല, നീ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണത്തിന് പാടിയ പാട്ട് രണ്ടുപേരും പാടാമോ? വേണ്ട സാർ. എനിക്ക് എന്ത് പറ്റി റിസൾട്ട് വരുന്ന ആ ഒരു 6-ാം തീയതി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പനിയൊക്കെ പിടിച്ച്. പിന്നെ മോനെ കളിയാക്കി ചോദിച്ചല്ല, ഞാൻ അല്ല സീരിയസ് ആയിട്ട് കാരണം പനി പിടിച്ചു. അന്നത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് സ്നേഹത്തോടെ ഞാൻ മോനെടുത്ത് ചോദിച്ചാ, പനിയാണെങ്കിൽ വേണ്ട, പിന്നീട് ഒരു അവസരത്തിൽ മതി. പക്ഷെ അന്ന് മലയാളി മന്നനായിട്ട് ചെയ്തായിരുന്നല്ലോ. അതെ, മലയാളി മന്നനായിട്ടുണ്ടായിരുന്നു. അവന്റെ ഒരു ഫോട്ടോ എടുക്കാനന്ന് പെട്ട പാട്. ഇപ്പോഴും എന്റെ മൊബൈലിലുണ്ട് അവന്റെ ഫോട്ടോ. അതെ, മനോജ് സാറിന്റെ ഫോണിലാണ് ഫോട്ടോ എടുത്തത്. വിടത്തില്ല, അവൻ കൊണ്ടേ പോവുള്ളൂ. ഞാൻ ഒഴിഞ്ഞു പറയാനൊക്കെ ശ്രമിച്ചതാ. അപ്പൊ അതിന് എന്നെ ഫോട്ടോ എടുത്തിട്ടാ വിട്ടെ. ഓക്കെ. മോന് ഹോസ്റ്റലല്ലായിരുന്നോ? പോയി വരുമായിരുന്നു. ഡേ സ്കോളർ ആയിരുന്നു. ഓക്കെ. അപ്പൊ മറ്റു കുട്ടികൾക്കൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു, എങ്ങനെയായിരുന്നു വീട്ടിലെ പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? എത്ര മണിക്കൂർ ഡെയിലി പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുമായിരുന്നു? അത് അമ്മ പറയുന്നതായിരിക്കും ശരി. അമ്മയുണ്ടോ? മോട്ടിവേറ്റിംഗ് അല്ല സാർ, പക്ഷെ ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നു സാർ. തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു. വലിയ മീൻസ് ലൈക്ക് ഞാൻ ജസ്റ്റ് മണിക്കൂർ വെച്ചിട്ടല്ല സാർ, അന്നുള്ളത് പഠിച്ചു പോകണം, ആ ഒരു ഇതിലാണ് പോയത്. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആയിരുന്നു. അതാ ദിവസം പഠിപ്പിക്കുന്നു, അതാ ദിവസം പഠിച്ചതിന് ശേഷമേ കിടക്കുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ വീക്ക് എൻഡില് ആ ഒരു വീക്ക് കവർ ചെയ്യണം, അങ്ങനെയാണ്
ഞാൻ നമ്മുടെ പൊക്കോണ്ടിരുന്നത്. ലാസ്റ്റ് 2 months നടത്തിയ പ്രാക്ടീസ്, എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ എല്ലാം അറ്റൻഡ് ചെയ്തായിരുന്നല്ലോ. എല്ലാം അറ്റൻഡ് ചെയ്തു സാർ. അത് ഭയങ്കര attend ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ലൈക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്താണ് എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട്സിനൊന്നും എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ലായിരുന്നു ആദ്യം. പിന്നെ അശ്വതി മിസ്സിന്റെയും അവൻ വികാ സായി ഒന്നും ഒരു എക്സാമും മിസ് ചെയ്തിട്ടില്ല. അവന് സായി അങ്ങനെ അതിനകത്ത് നമ്മളിപ്പോ ഈ ടോപ്പിൽ കാണുന്ന ഒറ്റ കുട്ടികളും ഒരു എക്സാമുകളും മിസ് ചെയ്തിട്ടില്ല സാർ. ഓക്കെ ഓക്കെ. ക്യാറ്റും എഴുതിയല്ലോ അല്ലേ? റിസൾട്ടിന്റെ അന്ന് ശരത്ത്, ഇല്ല സാർ. റിസൾട്ട് ചെക്ക് ആദിത്യ, ചെയ്യാൻ വി അവരൊന്നും ചെക്ക് ഒരു ചെയ്യാൻ നേരം ഏത് സായി എക്സാമും സ്കിപ്പ് വേഴ്സസ് ചെയ്തിട്ടില്ല. അഭിരാം ആയിരുന്നു. സായി ആയിരിക്കോ അഭിരാം ആയിരിക്കോ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി. ഏറ്റവും അല്ല സാർ, വലിയ ഇത് സായി വർസസ് അഭിരാം അല്ല സാർ. സായി ആൻഡ് അഭിരാം അല്ല. ഞങ്ങൾ എപ്പോഴും ഭയങ്കര ഞാൻ സപ്പോർട്ട് നിങ്ങളുടെ അതെ കാര്യമല്ല അവര് പറഞ്ഞത്. ഭയങ്കര അതെ അതെ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ. ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് 6 o'clock ആണല്ലോ റിസൾട്ട് വന്നത്. അന്ന് ഉച്ച മുതല് ഇവിടുത്തെ ഡിസ്കഷൻ ഫൈറ്റ് ആയിരുന്നു. പകുതി പേര് പറഞ്ഞ് സായി ആയിരിക്കും, പകുതി പേര് പറഞ്ഞ് അഭിരാം ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് നമ്മൾ റിസൾട്ട് നമ്മൾ വേറൊരു പേരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ, അത് വിട്ടുപോയി. വിഷ്ണുപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷ്ണുപ്രിയ പറഞ്ഞു, ഒരു ശരത്ചന്ദ്രൻ പറഞ്ഞു. ഇവരൊക്കെ ഇപ്പം നമുക്ക് ഒരു 10 പേരോളമാണ് നമ്മുടെ ഫൈനൽ ലിസ്റ്റിൽ ടോപ്പേഴ്സിൽ ആര് വരും എന്നുള്ളത്. ഈ ലാസ്റ്റ് ജമ്പ് ആരും മോശമല്ലല്ലോ. ലാസ്റ്റ് ജമ്പില് ആ ബിസ്ക്കറ്റ് പിടിക്കുന്ന ആളാണല്ലോ ടോപ്പിൽ വരിക. ഓക്കെ, അപ്പൊ അതിനകത്ത് വിഷ്ണുപ്രിയയുടെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ ആദിത്യ പറഞ്ഞു, എല്ലാരും പറഞ്ഞു, ശരത്ചന്ദ്രന്റെ മെർലിൻ പറഞ്ഞു. ഞാനപ്പോ ഈ തൗഹീദിനെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, തൗഹീദ് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവന് ചിലപ്പോ ആയേക്കാം എന്നൊക്കെ ഞാൻ അവിടെ അതും പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ ഫൈനലൊരു കൺഫ്യൂഷൻ. അപ്പം നമുക്ക് ആദ്യം ആരെ നോക്കും എന്നുള്ളതായിരുന്നു. യമുന അഭിരാമിന് ഇച്ചിരി നീളം കൂടുതലുണ്ടായിട്ട് ഇപ്പം ബിസ്ക്കറ്റ് ചാടി പിടിച്ച്. എല്ലാരും ആരും മോശമല്ല, എല്ലാരും മിടുക്കരാണ്. സായി എവിടെ? സായി കാണുന്നില്ലല്ലോ. ഞാൻ അഭിരാമിന്റെ സ്കോർ ഒന്ന് പറഞ്ഞിട്ടെ സാർ. പറയൂ. പ്രിൻസിപ്പൽ അക്കൗണ്ടിങ് 71, ലോ 68, മാത്സ് 94, എക്കണോമിക്സ് 87, ടോട്ടൽ 320. വെരി ഗുഡ്, എക്സലന്റ്. മോനെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. CA കോഴ്സ് ടഫ് ആണോ? സാർ, CA കോഴ്സ് പഠിച്ചാൽ ടഫ് അല്ലെന്നാണ് ഫൗണ്ടേഷനിൽ എനിക്ക് മനസ്സിലായ. ഇന്റർമീഡിയറ്റിന് കുറച്ചുകൂടെ എഫേർട്ട് വേണമെന്ന് എനിക്ക് കുറെ കൂടെ എഫേർട്ട് വേണം. കാരണം ഞാൻ ഫൗണ്ടേഷൻ എന്തോ ഒരു ദൈവത്തിന്റെ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. അല്ലാതെ ഈ എഫേർട്ട് എളുപ്പമാണ്, പാടല്ല. വിചാരിച്ച കഷ്ടപ്പെട്ട പാടല്ല. ഞാൻ ഒരിക്കലും ഭാഗ്യം എന്ന് പറയില്ല. നീ എടുത്ത എഫേർട്ട് ആണ്. ഭാഗ്യം നമ്മള് കിട്ടണമെങ്കിൽ ഒരിക്കലും അല്ല, ഭാഗ്യമല്ല, എഫേർട്ടാണ്. ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. നീ എടുത്ത എഫേർട്ടാണ് ദൈവം. പഠിച്ചെങ്കിൽ ആ ഒരു പരീക്ഷയുടെ സമയത്ത് അത് കറക്റ്റ് അങ്ങനെ വരും. ലോയുടെ സമയത്ത് എനിക്ക് നല്ല പേരുണ്ടായിരുന്നു, പഠിച്ചെന്ന് പുറത്ത് വരുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ആ ഒരു അതിന്റെ കാര്യം പറഞ്ഞ എക്സാമിന്റെ സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കണമെന്നുള്ള ഒരു ദൈവം ഇല്ലെങ്കിൽ അത് നടക്കൂല. അത് ചുമ്മാതാണോടാ, അതിന്റെ അമ്മ അത്രയ്ക്ക് ഭക്തിയല്ലേ, പിന്നെ ദൈവം എങ്ങോട്ട് പോവാനാ? ഓക്കെ, അപ്പോ അടുത്ത ഇന്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ് ഫസ്റ്റ് ചാൻസ് ശ്രമിക്കും സർ. ഓക്കെ, സായി ഉണ്ടോ? ഉണ്ട് സർ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്നലെ ഞാൻ കുറെ നേരം ഇൻസ്റ്റയിൽ ട്രൈ ചെയ്തു, പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു, കിട്ടിയില്ല. സായി വീഡിയോ ഓൺ ചെയ്തേ മോനെ, കാണട്ടെ. ഓക്കെ, മോൻ പ്ലസ് 2 സയൻസ് ആയിരുന്നു, കൊമേഴ്സ് ആയിരുന്നു? അല്ല, ഞാൻ കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് ആയിരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പ്രതീക്ഷിച്ച സ്കോർ ആണോ കിട്ടിയത്? ഇല്ല, ഞാനും 300 കവിയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. 304 പ്രതീക്ഷിച്ചില്ല? ഇല്ല, ഞാൻ 270, 280 ആ റേഞ്ചാ പ്രതീക്ഷിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. പാസ്സാവോ ഇല്ലയോന്ന് വലിയ സംശയമില്ലായിരുന്നു. ലോയുടെ കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു, പക്ഷെ പാസ്സാവും വിചാരിച്ചു. ശരി. മോനും ഡേ സ്കോളർ ആയിരുന്നു അല്ലേ? പോയി വരും. അടുത്ത് തന്നെയാണ് വീട് അല്ലേ? അടുത്ത് തന്നെ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, എങ്ങനെയായിരുന്നു പഠന രീതികളൊക്കെ? എങ്ങനെയാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല്? പഠന രീതി ഞാനും മണിക്കൂർ വെച്ചൊന്നും പഠിക്കത്തില്ല. എന്റെ മനസ്സിൽ ഇത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ പഠിക്കും. അത് ഇപ്പം 9 o'clock ഇപ്പൊ ഏർലി തീർന്നാലും ലേറ്റ് നൈറ്റ് ആയാലും പഠിക്കും. പിന്നെ എക്സാംസ് IIT-യുടെ ഇപ്പം ആ അവസാനത്തെ 1 month എക്സാം അല്ല, അല്ലാതെ വീക്ക്ലി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എക്സാമും അസൈൻമെന്റും അതെല്ലാം ഇന്ന് ചെയ്യും. ഒരെണ്ണം പോലും ഇതൊരു മിസ്സാക്കിയിട്ടില്ല.
എനിക്ക് തോന്നുന്നു സുജിത മാഡം, സുബേദ മിസ്, നമ്മൾ നടത്തിയ പ്രാക്ടീസ് ഇല്ല സാർ, മനോജ് സാർ, നമ്മൾ ലാസ്റ്റ് നടത്തിയ ആ പോരുന്നു ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ്, അതിനു മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ഈ നടത്തിക്കൊണ്ടിരുന്നു. സായി അഭിറാമൊക്കെ സായിയൊക്കെ എനിക്ക് അവരൊന്നും സാറേ ഈ കുട്ടികളൊന്നും നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അവരെല്ലാം ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല പഠിക്കുന്നതിനെ പറ്റിയൊന്നും. കാരണം പക്ഷെ വിചാരിച്ച അവര് 300 ക്രോസ് ചെയ്യുന്നു അങ്ങനെയൊന്നും തെറ്റാ. നമ്മൾ ഇപ്രാവശ്യം ഞാൻ എന്നാ ചോദിക്കുന്നു, ഈ വർഷം നിങ്ങളുടെ സ്കോർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ സ്കോറിനകത്ത് അത്ര വലിയ ഹാപ്പി ഒന്നുമില്ല. കാരണം ഒരു 350 ഒക്കെ ഈസി ആയിട്ട് ഇവർക്ക്, ഈ പിള്ളേർക്കൊക്കെ ഇവർന്നല്ല, ഈ കുറെ പേര് താഴോട്ട് നിൽപ്പുണ്ട്. 290 290 അങ്ങനെയൊക്കെ നിൽക്കുന്ന കുറെ പേരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു above 300 വാങ്ങാൻ പറ്റുന്ന ഒരു മിനിമം 25 സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഈ വർഷം. പക്ഷെ ഇപ്രാവശ്യം ലോ ഭയങ്കര ടഫാക്കി. കാരണം ലോക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി സ്കോർ. സായിയൊക്കെ ശരിക്കും പറഞ്ഞൊരു ഞാൻ എക്സ്പെക്ട് ചെയ്ത റിസൾട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളത്, ടു ബി ഫ്രാങ്ക്. കാരണം കഴിവുള്ളവരാ ഇവരെല്ലാം, കഴിവുള്ളവരാ. ഇപ്പം അഭിരാമൊക്കെ നല്ല ഒന്നും കൂടി ഒന്ന് ഷേപ്ഡ് ആയിരുന്നെങ്കിൽ, ഒന്നും കൂടെ ഒന്ന് പോളിഷ്ഡ് ആയിരുന്നുണ്ടെങ്കിൽ. പക്ഷെ വേറൊരു കാര്യം നിങ്ങളുടെ ഇപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഫൗണ്ടേഷന്റെ മാർക്ക് ഒന്നും ആരും അസസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ ആരും കൺസിഡർ ചെയ്യത്തില്ല. പക്ഷെ ഇന്റർമീഡിയറ്റിന്റെ ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോ കഴിഞ്ഞ വർഷം നമുക്കിത് അതുവരെ 8 സബ്ജക്ട്സ് ആയിരുന്നല്ലോ. 8 സബ്ജക്ട്സിൽ 7 സബ്ജക്ട്സ് above 60 വാങ്ങിയ കുട്ടിയുണ്ട്. ഷീസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നൗ. ഔട്ട് ഓഫ് 8, 7 സബ്ജക്ട്സും അവള് 60 above വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 6 സബ്ജക്ട്സേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് ട്രൈ ചെയ്യും. എന്താ ഫുൾ എക്സംഷൻ, ഓൾ സബ്ജക്ട്സ് എക്സംഷൻ വാങ്ങിക്കാൻ പറ്റുമെന്ന്. എൻ്റെ ഫാമിലിയിലുണ്ട് ഒരാള് CA ഫൈനലിന് ഔട്ട് ഓഫ് 8 5 സബ്ജക്ട്സ് എക്സംഷൻ വാങ്ങിയ സൂര്യ സാറുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ പറയണ നിങ്ങളുടെ അടുത്ത് 6 സബ്ജക്ട്സ് ഇന്റർമീഡിയറ്റില് എക്സംഷൻ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്. ഇന്റർമീഡിയറ്റ് പാസ്സാവും, അത് ഷുവറാ. നിങ്ങൾ എല്ലാരും ഇതിനകത്ത് പാസ്സാവും. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? അങ്ങനെ 6 സബ്ജക്റ്റിനും എക്സംഷൻ വാങ്ങുന്നവർക്ക് സാർ മാർക്ക് വാങ്ങിക്കൊടുക്കുമ്പോ അവർ ഓഫർ എനിക്ക് തരണം. അല്ല സാർ ഒന്ന് പറഞ്ഞു വെക്കാൻ എന്തെങ്കിലും ഒരു ഓഫർ. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നിങ്ങൾ ഭയങ്കര കണ്ണിങ്ങാ. ഓക്കെ, അപ്പൊ അതൊരു 6 സബ്ജക്ട്സ് ഔട്ട് സബ്ജക്ട്സ് അല്ലോ എക്സംഷൻ വാങ്ങിക്കൂ. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ ഒരു ഓഫർ പറയാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അങ്ങനെ വിചാരിച്ചാൽ നടക്കുന്ന അങ്ങനെയുള്ള നേട്ടം എന്ന് വെച്ചാൽ, പ്ലേസ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് അത് കൺസിഡർ ചെയ്യും. ഏറ്റവും നല്ല കമ്പനികൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും ഇന്റർമീഡിയറ്റിന്റെ ഫുൾ എക്സംഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂവിലും നമ്മൾ ഫെയിൽ ആവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട്. അപ്പം അതിനകത്ത് പകുതി കുട്ടികളും ശ്രമിക്കേണ്ടത് എത്ര എക്സംഷൻ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഒറ്റ ഫാക്കൽറ്റീസിനെ വെറുതെ വിടരുത്. അഭിരാമ ചെയ്ത പോലെ ഡൗട്ടുകൾ അന്നേരം ക്ലിയർ ചെയ്ത് പോവുക. കണ്ടില്ലല്ലോ വിഷ്ണുപ്രിയ ഉണ്ട്. എവിടെ വിഷ്ണു? വിഷ്ണുപ്രിയ ഉണ്ട്. സാർ ഉണ്ട്. അവളിപ്പം നാട്ടിലല്ല, ഗൾഫിലാണ്. ഗൾഫിൽ ഇരുന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഉണ്ട്. വിഷ്ണുപ്രിയയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ അനഘ, അനാമിക രണ്ടുപേരും ഇല്ലേ? വിഷ്ണു വന്നല്ലോ. ഹലോ വിഷ്ണു, വിഷ്ണു വന്നു. ഗുഡ് ഈവനിങ് സാർ. ഹാപ്പി അല്ലേ? നമ്മൾ സംസാരിച്ചിരുന്നു. സുനിൽ സാർ, വിഷ്ണുപ്രിയയുടെ സീൻ ഓർമ്മയുണ്ടോ? പിന്നെ വിഷ്ണുപ്രിയ നമ്മളെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ഇപ്പൊ എവിടെയാ? പേരൻസിന്റെ കൂടെയാണോ? ദുബൈയിലാണ്. പേരൻസ് ഉണ്ട് കൂടെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഓക്കെ, സന്തോഷമായല്ലോ അല്ലേ? വളരെ സന്തോഷമായി സാറേ. ഞങ്ങൾ ഇപ്പം മനോജ് സാറിനെ അവിടെ വന്ന് കണ്ടപ്പോഴാണെങ്കിൽ, ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പം സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ് മോടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് മോള് ഞങ്ങളുടെ അടുക്കാന്ന് മാറി നിൽക്കുന്നത് തന്നെ ഇത്രയും നാളിനിടയിലെ. കംപ്ലീറ്റ് ഇവിടെ തന്നെ. അപ്പം
അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാറിനെ ഏൽപ്പിച്ചപ്പോൾ തന്നെ ഫുള്ള് ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഉള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അവിടെ നടക്കുമെന്നും എല്ലാം ഇതായി. അതുപോലെ തന്നെ ഫുഡ് ആണെങ്കിലും നല്ല ഫുഡൊക്കെ ആയിട്ട് അവൾക്ക് കിട്ടി. നല്ല താമസമൊക്കെ ആണെങ്കിലും നല്ല രീതിയിലായിരുന്നു. എല്ലാവരും നല്ല രീതിയിലായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇടയ്ക്ക് ഞങ്ങൾ സുജിത മിസ്സിനെ വിളിക്കുമ്പോഴൊക്കെ മിസ് പറയായിരുന്നു, നിങ്ങൾ ടെൻഷൻ എടുക്കുകയൊന്നും വേണ്ട, മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അവള് നല്ല മാർക്ക് മേടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനും പ്രതീക്ഷിച്ചിരുന്നു ഒരു 70% മേടിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ അവൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷം. എന്നാ സാർ നാട്ടിലേക്ക് വരിക? ഞങ്ങളിപ്പം ജൂലൈയിലൊക്കെയാണ് വരുന്നത്. നമ്മള് ശരി ശരി ശരി. വൈകിട്ട് സ്കൂളിലെ ടീച്ചർ, ഇന്ത്യൻ സ്കൂളിലെ ടീച്ചറാണ്. ഓ ശരി ശരി ശരി. ഓക്കെ സാർ, ഓക്കെ. അത് കാരണം ഇപ്പൊ അങ്ങനെ വരാൻ പറ്റില്ല. ഓ ശരി. വിഷ്ണുപ്രിയ, മോള് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു, സെക്കൻഡ് ബാച്ച് ആയിരുന്നു? സെക്കൻഡ് ബാച്ച്. സെക്കൻഡ് ബാച്ച് ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു 7-8 months ഹോസ്റ്റലിലായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഹോസ്റ്റൽ ലൈഫ്? നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഫുഡ് അക്കോമഡേഷൻ? നല്ല ഫുഡ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ വാർഡന്മാരൊക്കെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗിരിജ മാഡം, വീഡിയോ ഒന്ന് ഓൺ ചെയ്യും, വീഡിയോ ഒന്ന് ഓൺ ചെയ്യുവാണ് മാഡം. കേൾക്കുന്നുണ്ടോ ഗിരിജ മാഡം? കേൾക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഓൺ ചെയ്യാം. ഓക്കെ, മാഡത്തെ കാണാൻ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക. ഒരു 10-40 ദിവസമല്ലേ കണ്ടിട്ട് കുട്ടികള്? ഹോസ്റ്റലിലുണ്ടോ അതോ വീട്ടിലാണോ? ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അതെ, കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, കാണാം. ഹോസ്റ്റലിലുണ്ടോ അതോ വീട്ടിലാണോ? വീട്ടിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികൾ, അവരുടെ പഠനം? കുട്ടികൾ കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ടായിരുന്നു. പഠിക്കുന്നവരും പഠിക്കാത്തവരും ഉണ്ടായിരുന്നു. പിന്നെ ചിലരോട് നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരുന്നു. പഠിക്കാൻ പറയുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടായിരുന്നു. പഠിക്കാൻ പറയുമ്പോൾ ദേഷ്യം തോന്നിയാലും പിന്നീട് അത് അവര് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നവരും ഉണ്ട്. പിന്നെ പറഞ്ഞാൽ കേട്ടിട്ട് അതുപോലെ ചെയ്തിട്ടുള്ളവരൊക്കെ പാസ്സായിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ച് കുറെ കുട്ടികളും കൂടെ പഠിക്കുന്നവരുണ്ടായിരുന്നു. അവരുടെ സമയദോഷം കൊണ്ട് ആകാമായിരിക്കും പലർക്കും കിട്ടിയിട്ടില്ല. അതിൽ നമുക്ക് നല്ല വിഷമമുണ്ട്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടികളൊന്നും വലിയ കുഴപ്പക്കാരൊന്നും അല്ലായിരുന്നു. നമ്മൾ പറഞ്ഞാലൊക്കെ അനുസരിച്ച്. ഇല്ല, ഒരിക്കലും നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിലോ ബോയ്സ് ഹോസ്റ്റലിലോ കുഴപ്പക്കാർ വന്നിട്ടില്ല. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. നമുക്കൊരു വലിയ വിഷമം, കുറെ പേര് നന്നായിട്ട് കഷ്ടപ്പെട്ടവർ കൂടി ഉണ്ടായിരുന്നു. അവർക്ക് കുറെ പേർക്ക് കിട്ടാതെ പോയതിലൊരു വിഷമം. അതേ ഉള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പഠിക്കുന്നവർ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു അനഘ, അനാമിക രണ്ടുപേരും ഉണ്ടെന്ന് തോന്നുന്നു. സംസാരിക്കാമോ? ഹലോ. ഓക്കെ, ഗുഡ് ഈവനിങ്. വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഓക്കെ, രണ്ടുപേർക്കും ഒരേ സ്കോർ ആയിരുന്നോ? അല്ല. അനഘ എത്രയായിരുന്നു? എനിക്ക് 245 255. 255. ഓക്കെ ഓക്കെ. നിങ്ങൾ ഹോസ്റ്റലിലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. സയൻസ് ആയിരുന്നു കൊമേഴ്സ് ആയിരുന്നു പ്ലസ് ടു? സയൻസ് ആയിരുന്നു. രണ്ടുപേരും സയൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്കൊന്നും മനസ്സിലായി സാർ, ഈ വർഷം ഇപ്പോഴത്തെ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ സയൻസുകാരായിരുന്നു തോന്നുന്നു അല്ലേ? എല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരെ കാണുമ്പോഴേ നമ്മുടെ ഇന്റർമീഡിയറ്റിലൊക്കെ ടിൻസ് ഇവിടെ കൂടുതലുണ്ട്. ടിൻ സ്റ്റുഡൻസ് കൂടുതലുണ്ട്. ഇന്റർമീഡിയറ്റിലുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയോ, ഈ ടിൻസിനെ കാണുമ്പോൾ നമുക്ക് പേടിയാ. കാരണം എന്റെ വീട്ടിലുണ്ട് 2 ടിൻസ്. ഇവരൊക്കെ നല്ല പാവം പിടിച്ച കുട്ടികളാണ്. പക്ഷെ എന്റെ വീട്ടിലിരിക്കുന്ന നല്ല ആൺകുട്ടികളാണ് 2. ഇത് രണ്ടും ഗേൾസ് ആയതുകൊണ്ട് അവർ തമ്മിൽ ഒരാണും ഒരു പെണ്ണൂടെ ഇവിടെ. ഓക്കെ, അപ്പൊ ടിൻസിനോട് കാണുമ്പോൾ ഭയങ്കര സ്നേഹവും സന്തോഷവും. പണ്ട് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പും കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പും ഇരട്ടപ്പഴം എവിടെ കണ്ടാലും ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുമെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എവിടെ കണ്ടാലും ഇരട്ടപ്പഴം. ഇപ്പൊ ഞാൻ എന്റെ വൈഫിനെ കൂടെ ഇരട്ടപ്പഴം ഇഷ്ടം പോലെ കഴിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ്. ഈ ഇരട്ടപ്പഴം കണ്ടാൽ ഇപ്പൊ എന്റെ വൈഫിന്റെ പേടിയാ. ഓക്കെ, ഒത്തിരി സന്തോഷം. കാരണം ഇന്റർമീഡിയറ്റിൽ ഇതേപോലെ സ്കോർ
കഴിഞ്ഞ ഇന്റർമീഡിയറ്റിലും ഉണ്ടായിരുന്നു ടിൻസ്, ഇപ്പോഴത്തെ ഇന്റർമീഡിയറ്റിലും ടിൻസ് ഉണ്ട്, അടുത്ത ഇന്റർമീഡിയറ്റിലും ടിൻസ് വരുന്നുണ്ട്. അപ്പൊ ടിൻസിന്റെ ഒരു എല്ലാ വർഷവും നമുക്ക് അങ്ങനെ ഒരു ബ്ലസ് ഉണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം. അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് അവരെ കുറിച്ച് പറയാൻ തോന്നും. ഒരു തുടക്കം ഭയങ്കര സ്ലോയിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അങ്ങനെ ഒന്നും ഒരു കംപ്ലൈന്റും പറയാത്ത രണ്ട് കുട്ടികള്. അവരവരുടെ ജോലി നോക്കി അവര് പഠിച്ചു, കൂടുതൽ ബഹളങ്ങളും ഇല്ല, ഒന്നും ഇല്ലാതെ പിന്നെ അങ്ങനെ പോയ രണ്ടുപേരാട്ടോ. എന്ന് ചോദിച്ചാൽ വേറെ ആർക്കും ബഹളം ഉണ്ടോന്നല്ല, ബഹളം അതിന്റെ അല്ല, എനിക്കൊരു രണ്ടുപേരും അവര് തമ്മിലടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ സുബേദ മിസ് നമുക്ക് ബഹളങ്ങളില്ലെന്നല്ല പറയുന്നത് ഉൾക്കൊള്ളുക. അതെ, അത് പറയുന്നത് അതെ മനസ്സിലാക്കി അതെല്ലാരും ആണ്. വിഷ്ണുപ്രിയൊക്കെ നമ്മൾ എല്ലാ കുട്ടികളും അതെ. ഇവര് ആരും മോശമൊന്നല്ല. പിന്നെ കുറെ പേർക്ക് ടെൻഷൻ, ഇവര് പക്ഷെ ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും കാണിക്കുക. ടെൻഷൻ കുറെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ റിസൾട്ടില്. അതെനിക്ക് തോന്നി. ഒരുപാട് ഞാനത് വേറെ സൗണ്ട് വന്നോണ്ട് വീട്ടാക്കിയതാ. ഓക്കെ. പേരൻസ് പറയട്ടെ. നമുക്ക് പറയാൻ ഇഷ്ടം പോലെയാണ്. സത്യം പറഞ്ഞാ തീരാത്തതൊക്കെ എല്ലാരെയും കുറിച്ചും പറയാനുണ്ട്. സായിയെ കുറിച്ച്, ശരത്തിനെ കുറിച്ച്, ആദിത്യവിയെ കുറിച്ച്, അനഘയെ കുറിച്ച്, എല്ലാരെയും കുറിച്ചും പറയാറുണ്ട് ഒരുപാട്. ഇനി അവർ പേരൻസ് ഒക്കെ ഒന്ന് പറയട്ടെ. നമ്മള് സമയം ഒത്തിരി അതിക്രമിച്ചു പോവാ. പേരൻസിനൊക്കെ ദിവ്യമാടൊക്കെ ഇങ്ങനെ കിച്ചണിലോട്ടൊക്കെ എത്തി നോക്കുന്നുണ്ട്. അർഷക്കിന്റെ പാരന്റ് ഉണ്ടോ? അർഷക്കുണ്ടോടാ? കിച്ചണിലല്ല, പുറത്തൊരാള് വന്ന് നോക്കിയതാ. അതെ, അർഷക്ക് ഒരുപാട് പേരുണ്ട്. അഭിവിദ്ന്റെ ടെൻഷൻ, നമ്പൂതിരിയുടെ ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാ ഇനി ഞാനും അവനോട് ഒരു ദിവസം ഇച്ചിരി പിണങ്ങി. അങ്ങനെ എല്ലാവരെയും കുറിച്ചും പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അർഷക്കിന്റെ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അർഷക്കിന്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നേ. അപ്പൊ നമുക്ക് ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാ അത്. എന്നിട്ട് ഞാൻ വേറെ ചില കുട്ടികളുടെ പാരന്റ്സ് വന്നു കഴിയുമ്പോൾ, ഗൾഫിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഒന്ന് ഞങ്ങളുടെ കൂടെ നിർത്താനാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ. പക്ഷെ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IIT വന്ന് അവനെ കണ്ടിട്ട് പോയി. അവന് പോണെന്ന് പറഞ്ഞില്ല. അവരും പറഞ്ഞു വേണ്ട, ഇനിയിപ്പോ എക്സാം ഒക്കെ ആവാറായില്ലേ. അവരും കൊണ്ടുപോയില്ല, ഇവൻ പോണെന്ന് പറഞ്ഞതും ഇല്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അവർക്കറിയാം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പഠിക്കുന്നത്, ഇത്രയും പഠിക്കാനുണ്ട്, ക്ലാസ് ഒരു ദിവസം മിസ്സായാൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയ പാരന്റ്സാ. അതാ ഞാൻ അവരുണ്ടോ സംസാരിക്കാമോ എന്ന് ചോദിച്ചു. എനിക്ക് ഏറ്റവും ആദ്യം റിസൾട്ട് അയച്ചു തന്നതും അവനാട്ടോ, വർഷക്ക്. പിന്നെ അതുപോലെ നമ്മുടെ തേർഡ് ബാച്ചിലെ അന്നമോള് രണ്ടുപേരുണ്ട്. ഒരുപാട് എല്ലാവരും പറയാനുണ്ട്. ഒരുപാട് ജിബിന ബാബു ഉണ്ട്. എല്ലാ റിസൾട്ട് നല്ല, പ്രണവേ, ഡിജോളെ, എല്ലാരെ കുറിച്ച് ഇഷ്ടം പോലെ പറയാനുണ്ട്. ആരുടെയും പേര് പറയാത്തോണ്ട് ആരും സങ്കടപ്പെടരുത്. എനിക്ക് അതിപ്പോ ഒരു പേടി, ഞാൻ ആരുടെയും പേരിഞ്ഞ് പറയാതെ അവർക്ക് ഇനി വിഷമം വരുമോ എന്നൊരു സങ്കടം. എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്നു, എല്ലാരെയും കുറിച്ച് ഇഷ്ടം പോലെ പറയാനുണ്ട്. സുനിൽ സാർ ഓരോ കുട്ടികളെ കുറിച്ച് പറയാമെങ്കിൽ ഞങ്ങളിപ്പോ 1/2 മണിക്കൂർ പറയും. ഇല്ലേ സുബേദ മിസ്സേ? ഒരു കുട്ടിയെ കുറിച്ച് അതെ കൊണ്ട് പറയാം, പക്ഷെ ഇപ്പൊ തന്നെ 1.5 മണിക്കൂറായി. പേരൻസ് പറയാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അതെ, ഇനി പേരൻസ് സംസാരിക്കട്ടെ. അതെ, പേരൻസ് സംസാരിക്കട്ടെ. അതെ. അതുപോലെ കാണാനും പറ്റുന്നില്ല. എന്തൊരു പിള്ളേര്. പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളിന് CA ഇന്റർമീഡിയറ്റിന്റെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. എങ്ങനെ? ഇപ്പൊ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളിന് CA ഇന്റർമീഡിയറ്റിന്റെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ആരുണ്ടായാലും മതി, കുട്ടിയായാലും മതി, പാരന്റ് ആയാലും മതി, ആരായാലും മതി. താങ്ക് യു സാർ. ഡിജോൾ അത് സംസാരിക്കാത്തത് വീഡിയോ ഉണ്ടാക്കി സംസാരിക്കടാ. ഡിജോളിന്റെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഡിജോളെ അവന്റെ ഡാൻസ്, അവൻ ഇങ്ങനെ അനങ്ങാതിരുന്നെങ്കിൽ അന്ന് ആ പ്രോഗ്രാമിന് ഡാൻസുകൾ എത്ര സൂപ്പർ ആയിരുന്നു. എനിക്ക് ഒത്തിരി പേരെ മിസ് ചെയ്തു സത്യത്തില്. ഡിജോള് എന്തൊരു പുതിയൊരു ഫേസ് ഒക്കെ വന്നെന്ന് തോന്നല്ലേ? എന്തുവാടാ കുറച്ച് ദിവസം കാണാതിരുന്ന?
ആണോ? ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടല്ലേ? ആ, ഇല്ല, അത് ഷർട്ടിന്റെ. അതെ. ഓക്കെ, എനിക്ക് അതൊന്നും അല്ല തോന്നുന്നത്. സുനിൽ സാർ ഇപ്പൊ ഇതിന് സോപ്പിടാൻ ശ്രമിക്കും. ഗിഫ്റ്റ് തന്നില്ലാതെ നീ ഇവിടുന്ന് ഇറങ്ങരുത്. ഓക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിനക്കുള്ള ഗിഫ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്കോർ? എങ്ങനെയുണ്ടായിരുന്നു? ഉദ്ദേശിച്ച സ്കോർ ആണോ കിട്ടിയത്? പ്രതീക്ഷയിലും കൂടുതലാണ് കിട്ടിയത്. ഞാൻ ഒരു 211 പ്രതീക്ഷയുള്ളൂ. 267 കിട്ടി. വലിയ കാര്യം. ഞാൻ നല്ല സ്കോർ. ഞാൻ ഒരു 280 ഒക്കെ പ്രതീക്ഷിച്ച ഞാന്. ആഹാ, കൊള്ളാല്ലേ? 260 270 എത്ര ഉണ്ടടാ സ്കോറ്? ഞാനൊരു 280 പ്രതീക്ഷിച്ച. എത്ര? 268. ആ 270 പ്രതീക്ഷ കുഴപ്പമില്ല. അതൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ആദ്യം. പിന്നെ അതായത് പിന്നെ എങ്ങനെയൊക്കെ പാസ്സായ മതിയായി. വയ്യാണ്ടായി വർക്ക്. പിന്നെ ആരൊക്കെ ബാഗൊക്കെ ഇപ്പോഴേ പറക്കി വെക്കുന്ന യൂറ്റി വരാൻ വേണ്ടിട്ട്. ആരും പറയുന്നതാ അങ്ങനെ ബാഗൊക്കെ എടുത്തു വെച്ചോന്നൊക്കെ ചോദിക്കുന്ന അമ്മ. ഏതോ അമ്മ, നിന്റെ അല്ല, വേറെ ഏതോ അമ്മ. ശരി. സംസാരിച്ചില്ല. ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. ശരി. സുനി സാർ സംസാരിച്ചു. സുനി സാർ പോയോടെ? നന്ദന ഉണ്ടോ? നന്ദന എസ്. നന്ദന നമുക്ക് റിപ്പീറ്റ് ബാച്ചിനകത്ത് 300 മാർക്ക് തന്ന നന്ദന. നന്ദന ആ എവിടെ നിന്റെ വീഡിയോ ഒന്ന് ഓണാക്കിയേ? എന്തുണ്ട്? എന്തൊരു സന്തോഷായ? ഭയങ്കരമായിട്ട് കരഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാരും നിന്റെ റിസൾട്ടിനകത്ത്. 193 കഴിഞ്ഞ പ്രാവശ്യം? 211 ഉണ്ടായിരുന്നു. എന്നിട്ട് ഏതിനാ പോയിരുന്നെന്ന്? ലോയ്ക്ക് പോയത്. ഇത്തവണ ലോയ്ക്ക് എത്ര മാർക്ക് ഉണ്ട്? 62. ആ അടിപൊളി. ഈ എക്സാം ടൈം ആയപ്പോ ഭയങ്കര അസുഖമായിരുന്നു. ടെൻഷൻ കാരണം എത്ര അസുഖമായിരുന്നെന്നറിയാവോ? ദേഹം ഫുള്ള് നീര് വരുന്നു. എനിക്കറിയത്തില്ല. എന്നും ഇല്ലയോ നന്ദനെ? ഞാനിപ്പോ ഓർക്കുന്നതേ ഇവളുടെ ബാച്ചിനകത്ത് ഇവള് അന്നത്തെ 4th ബാച്ചിലായിരുന്നേ. അപ്പൊ ആ സമയത്ത് റിസൾട്ട് അറിഞ്ഞിട്ട് ഇതുപോലെ നിസ്സാര മാർക്കിന് ഫെയിലായ ഒരുപാട് പിള്ളേരെ നമ്മുടെ റിപ്പീറ്റ് ബാച്ചിനകത്ത് ഒരുപാട് വിളിച്ചതാ. അതില് 1-2 എനിക്ക് തോന്നുന്നു 2 പേരും കണ്ട് സെൽഫ് സ്റ്റഡി നടത്തിയ 2 പേരും കണ്ടും 2-3 പേര് പാസ്സായി. ബാക്കിയുള്ളവരൊന്നും പാസ്സായില്ലെന്നാണ് എന്റെ അറിവ്. അല്ലേ നന്ദന, നിനക്ക് അറിയില്ല? സെൽഫ് സ്റ്റഡി ഓക്കെ, നമ്മളിപ്പം ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ പുറത്ത് സ്റ്റാഫ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളുടെ പുറകിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ. ബോയ്സ് ഹോസ്റ്റലിലെ വാർഡന്മാരുണ്ട്. ബിനോയ് സാർ ഉണ്ടല്ലേ? ബിനോയ് സാറോ സുരേന്ദ്ര സാറോ? ബിനോയ് സാർ ഉണ്ടായിരുന്നു. ബിനോയ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സാറിനെ കുട്ടികളൊക്കെ ഒന്ന് കാണട്ടെ. നമസ്കാരം സാറേ. നമസ്കാരം സാർ, എങ്ങനെയുണ്ട്? നല്ല റിസൾട്ടാണ്. നമുക്ക് ഹോസ്റ്റലേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു സാറിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കുറെ നാളായില്ലേ കണ്ടിട്ട്? വളരെയധികം സന്തോഷമുണ്ട് സാറേ. പിന്നെ പാസ്സായ എല്ലാവർക്കും കൺഗ്രാസ്. പിന്നെ നമ്മൾ പ്രതീക്ഷ 1-2 പിള്ളേർക്ക് 1 മാർക്കിന് ഫെയിലായി പോയിട്ടുണ്ട്. അതൊക്കെ ഒരു വിഷമം പിടിച്ച ഇതായിപ്പോയി. തീർച്ചയായിട്ടും അവർക്ക് അടുത്ത ചാൻസ് അവർക്കുള്ളതാണ്. ഉറപ്പായിട്ടും ഞാൻ അവരെ വിളിച്ചായിരുന്നു. ഉറപ്പായിട്ടും ആ നെക്സ്റ്റ് ചാൻസ് നല്ല മാർക്കോടെ തന്നെ പാസ്സാവുമെന്ന് ഞാൻ പറഞ്ഞു. വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ സാർ, ബാക്കി എല്ലാവർക്കും പിന്നെ CA ഇന്റർന് എല്ലാവർക്കും ആശംസകൾ. ഓക്കെ താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ, ശ്രീലത മാഡം. കേൾക്കുന്നുണ്ടോ ശ്രീ? ഓക്കെ, മനിജയും തുറ്റി. മനിജ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ചാർജ് ഒക്കെ തീർന്നെന്ന് തോന്നുന്നു. തീർന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ
മനോജ് സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 1.5 മണിക്കൂർ. പേരൻസ് ഒന്നും പറഞ്ഞില്ല കേട്ടോ സാർ. പേരൻസ് സാർ ഇതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും ഫൗണ്ടേഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ കുട്ടികളോട് പറയാറുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഇങ്ങനെ കുട്ടികളെ കാണുന്നത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ പറയുന്ന നമുക്ക് ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ചെറിയൊരു അഹങ്കാരം വരും. അതായത് നമ്മൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയോ ഒരു പവർ, ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇന്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു ഭാവം കൊണ്ട് ഇന്റർമീഡിയറ്റിലേക്ക് വരരുത്. നിങ്ങൾ ഏറ്റവും ഡൗൺ ടു എർത്ത് ആവുന്നുവോ അത്രയും നമുക്ക് സക്സസിനോട് അടുത്തായിരിക്കും. അപ്പോ അങ്ങനെ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് തോന്നും. ഇപ്പൊ നമ്മളൊരു ക്ലാസ് ഇടുമ്പോഴോ അതല്ലെങ്കിൽ ഒരു എക്സാം നടത്തുമ്പോഴോ അങ്ങനെ എന്തൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ എന്തൊരു സെക്ഷൻ വരുമ്പോഴും നമുക്കത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. ഏറ്റവും ഡൗൺ ടു എർത്ത് ആവാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. അതുപോലെ എനിക്ക് പാരന്റ്സിനോടും പറയാനുള്ള ഒരു കാര്യമാണ്, മനോജ് സാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ശരീരം മാത്രം വളർന്ന ബുദ്ധി വളരാത്ത കുട്ടികളാ നമ്മളുടെ ഇരുന്ന്. അത് ഒരു കാര്യത്തിൽ ശരിയാണ്. കാരണം കുട്ടികളുടേതായ എന്താ പറയാ, കുട്ടികളുടേതായ കുറെ ഫീലിങ്സ് കൊണ്ട് അവര് പല കാര്യങ്ങളും നമ്മളോട് പറയും. ഇപ്പൊ തന്നെ ഇന്ന് പല പാരന്റ്സും എന്നെ വിളിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യമാണ്, അവള് പറഞ്ഞല്ലോ ഫൗണ്ടേഷൻ ആണ് IIT നല്ലത്, ഇന്റർമീഡിയറ്റിന് കുട്ടികൾ ആരും അവിടെ അല്ല വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞവരോട്. അങ്ങനെ പറഞ്ഞ പാരന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കാരണം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവർക്ക് കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതായത് കുറെ ഫ്രീ ടൈം വേണം, കുറെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റണം, കുറെ റെസ്ട്രിക്ഷൻസ് വരാൻ പാടില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പാരന്റ്സ് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നേ എന്നുള്ളത് പാരന്റ്സും കൂടെ ഈ രണ്ട് കാര്യം എനിക്ക് നിങ്ങൾ കുട്ടികളോട് പറയാനുള്ളത്, മനസ്സിൽ ഒരിക്കലും ഒരു അഹങ്കാരം വരല്ലേ. കാരണം നമ്മൾ ഫൗണ്ടേഷൻ പാസ്സായി ഇന്റർമീഡിയറ്റിലേക്ക് വന്നു. നിങ്ങൾ ഇപ്പൊ ഒരു CA സ്റ്റുഡന്റ് ആയതേ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മൾ CA സ്റ്റുഡന്റ് ആയത്. അപ്പൊ അതുകൊണ്ട് നന്നായി പഠിക്കാനുണ്ട്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ലക്ക് എന്ന് പറയുന്നത് വെറും 6 സബ്ജക്റ്റേ നമുക്ക് പഠിക്കാനുള്ളൂ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ 2 ഗ്രൂപ്പ് നമുക്ക് ഈസി ആയിട്ട് പാസ്സാകാം. ഫൗണ്ടേഷനിൽ നിങ്ങൾ എത്ര ആത്മാർത്ഥമായോ പഠിച്ച് അതിനേക്കാൾ ഒരു ഇരട്ടി എഫേർട്ടും ആത്മാർത്ഥതയും നിങ്ങൾ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 6 സബ്ജക്ട് നമുക്ക് എക്സംഷനോട് കൂടി പാസ്സാവാം. മനോജ് സാർ നമുക്ക് തരുന്ന ആ ഓഫർ എന്താണെങ്കിലും തീർച്ചയായിട്ടും നമുക്കത് കൈപ്പിടിയിലാക്കാം. ആ സമയത്ത് എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പറ്റണേ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. പിന്നെ രണ്ടാമത് പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ അവരുടേതായ പ്രായത്തിന്റെ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ പലതും ഉണ്ടാകാം. അപ്പോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യുക, ശരിയാണോ അവർ പറയുന്നത് എന്നൊന്ന് ഞങ്ങളോട് ചോദിക്കാം. പിന്നെ കുട്ടികൾക്ക് ഞങ്ങൾക്ക് തരാനുള്ള ഒരു പ്രോമിസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫൗണ്ടേഷൻ സമയത്ത് നിങ്ങളെ എന്തുമാത്രം രീതിയിലാണോ IIT സപ്പോർട്ട് ചെയ്തത് അതേപോലെ തന്നെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിലേക്ക് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു. ഫാക്കൽറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ പ്രാക്ടീസിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുന്ന കാര്യത്തിലാണെങ്കിലും മെന്റലി നിങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും 100%, 200% ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് നല്ലപോലെ പാസ്സാവാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷം. അപ്പൊ ഒത്തിരി സന്തോഷം, എല്ലാരെയും കാണാൻ പറ്റി. പലരുടെയും ചാർജ് തീർന്നു എന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഒത്തിരി സന്തോഷം. നമ്മൾ സമയം പോയി അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ പ്രോമിസ് ചെയ്യുന്നു. എല്ലാവർക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു എല്ലാവരോടും താങ്ക്സ്. കാരണം ഈ ഓഫ് ടൈമിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്ത്, സത്യം പറഞ്ഞാൽ അശ്വിനി മിസ്സൊക്കെ എപ്പോഴും ലാസ്റ്റ് വരെ, ബാക്കി എല്ലാവരും പോയിട്ട് അശ്വിനി മിസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി. അപ്പോ വരും ദിവസങ്ങളിൽ IIT-യിലേക്ക് വരിക. അപ്പൊ സാർ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്ന് പറഞ്ഞില്ല. അതെ, അതോടെ പറയാനാണ്. ഇന്റർമീഡിയറ്റിന് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ 14-ാം തീയതിയാണ് നമ്മുടെ ഇന്റർമീഡിയറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14-ാം തീയതി. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ വെറു കൈയോടെ വരരുത്. നല്ല സീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് നാളെ മുതൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പ്രതീക്ഷിച്ച് IIT-യിൽ ഉണ്ടാവും. സുബേദ മിസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവും. മിസ്സിനുള്ളതുകൂടെ ഞാൻ മേടിച്ചോളാം. ഓക്കെ, ഇന്നൊരു 10-15 കുട്ടികളോളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ എത്തുക. സർ, രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അതെ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് പറഞ്ഞേക്കൂ മക്കളെ. രജിസ്ട്രേഷൻ ഇത് പുതിയ ബുക്സ് ആയതുകൊണ്ടേ ബുക്ക് പുതിയത് വന്നിട്ട് വേണമല്ലോ
നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കുട്ടികളുടെ ബുക്ക് നോക്കിയാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നമ്മളുടെ ബുക്ക് കിട്ടും വരെ നമുക്ക് നോക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതിപ്പോ പുതിയ ബുക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ ബുക്ക് തന്നെ വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് രജിസ്ട്രേഷൻ നാളെ മുതൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ IIT വരാം. +2 സർട്ടിഫിക്കറ്റിന്റെ എല്ലാം ഇത് മതി, സോഫ്റ്റ് കോപ്പി മതി. SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, സിഗ്നേച്ചർ എല്ലാം സോഫ്റ്റ് കോപ്പി മതി. അതായത് മെയിൽ അയച്ചു തന്നാൽ മതി. info@IIT campus എന്നുള്ള മെയിൽ ID നിങ്ങൾക്ക് അറിയാലോ. അതിനകത്തേക്ക് മെയിൽ ചെയ്ത് തന്നാൽ മതി. 18,000 ആണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് ആ കാർഡുമായിട്ട് വന്നാൽ മതി. ഇനി തീരെ പറ്റാത്തവർക്ക് IIT അക്കൗണ്ട് യൂസ് ചെയ്യാം. അപ്പൊ അത് മറക്കണ്ട. കാരണം ക്ലാസ് 14-ാം തീയതി നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും എന്തായാലും ബുക്ക് കിട്ടില്ല. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ബുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്താലേ പറ്റുള്ളൂ. ആ സർ. അപ്പൊ സാർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം മനോജ് സാർ യെസ്, ഓക്കെ ഓക്കെ സാർ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും. സപ്പോർട്ട് ഗ്രേറ്റ്. ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക് യു. ഓക്കെ ഗുഡ് നൈറ്റ്. Good night.